സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹത്തെ നമ്മുടെ ക്ഷേത്ര സമിതിയുടെ പ്രസിഡന്റ് സുധാകരൻ ചേട്ടൻ പൊന്നാട അണിയിച്ചാതിരിക്കും. റവറൻ ഫാദർ ജോൺ ടി വർഗീസ് ഇന്ന് നമ്മുടെ യജ്ഞശാലയിൽ പറയുന്ന വചനങ്ങൾ ശ്രദ്ധയോടെ കുട്ടികൾ കേൾക്കണം. ബൈബിളും ദേവീ ഭാഗവതവും ഖുറാനുമൊക്കെ വായിച്ചിട്ടുള്ളവർക്ക് ഒരു മതബോധവും ഈ ചിന്തയുടെ വൈശിഷ്ട്യങ്ങളും മനസ്സിലാവും. ഞങ്ങളൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബൈബിൾ വായിച്ചതാണ്. ഞാൻ പഠിച്ചത് കറ്റാനം പോപ്പൈസ് ഹൈസ്കൂളിലാണ്. ശ്രീ ബണ്ണന്തല വേലായുധൻ നായർ സാറാണ് ഹെഡ് മാസ്റ്റർ. അദ്ദേഹമാണ് എനിക്ക് പള്ളിക്കൽ സെൻറ്റിൽ നിന്ന് പേരിട്ടത്. സുനിൽ കുമാർ എന്നാണ് എൻ്റെ പേര്. അവിടെ അംബ്രോസ് അച്ഛനും സേവ്യർ അച്ഛനുമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ബൈബിൾ ഞങ്ങൾക്ക് തരും 8, 9, 10 ക്ലാസ്സുകളിൽ. എല്ലാ മാസവും പരീക്ഷയുണ്ട്. ഏറ്റവും കൂടുതൽ മാർക്ക് നേടാൻ കുട്ടികളെല്ലാം പരിശ്രമിക്കും. അറിവ് നേടുക എന്തുകൊണ്ടെന്നാൽ അത് സ്വർണത്തേക്കാൾ വിലയുള്ളതാണ് എന്ന ബൈബിളിലെ വാക്യമൊക്കെ നമ്മുടെ മനസ്സിൽ ചെറുപ്പത്തിലേ കയറിയതാണ്. നമ്മുടെ അടുത്തുള്ള പള്ളി റോയി അച്ഛൻ ഉണ്ട്. ക്ഷേത്രത്തിലെ യജ്ഞത്തിൻ്റെ ഘോഷയാത്ര പോകുമ്പോൾ അദ്ദേഹം കുരിശടിയിൽ എല്ലാവരെയും കൂട്ടി ചേർത്ത് അതിന് സ്വീകരണം നൽകാറുണ്ട്. നിലവിളക്കും മെഴുകുതിരിയും ഒരേ കർമ്മമാണ് ചെയ്യുന്നതെന്നപ്പോൾ ഞങ്ങൾ പറയും. എണ്ണ ഒഴിച്ചു കൊടുക്കുന്തോറും അണയാതെ ഇരിക്കാൻ ശ്രമിക്കുന്തോറും നിലവിളക്കിലെ തിരി തെളിഞ്ഞുകൊണ്ടേയിരിക്കും. മെഴുകുതിരി എരിഞ്ഞെരിഞ്ഞില്ലാതാവുമ്പോഴും ചുറ്റും പ്രകാശം പരത്തുകയാണ്. യേശുദേവൻ്റെ വചനങ്ങൾ, യേശുദേവൻ്റെ ഗിരിപ്രഭാഷണങ്ങൾ വളരെ വേദാന്ത ചിന്ത നമുക്ക് ഉളവാക്കുന്നതാണ്. അതുപോലെ തന്നെ ഖുറാനിലെയും. ഇതെല്ലാം ഒരുമിച്ച് വായിക്കുന്ന ഒരാളിന് എല്ലാ മതത്തിലുള്ള സൽക്കർമ്മം അനുഷ്ഠിക്കുന്ന ധർമ്മമാർഗത്തിൽ ചരിക്കുന്ന ആളുകളെ കാണുമ്പോൾ സന്തോഷവും സ്നേഹവുമേ ഉണ്ടാവും. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതും ആ തത്വത്തിലാണ്. മതം മറന്ന്, രാഷ്ട്രീയം മറന്ന്, ജാതി മറന്ന് സ്നേഹിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവാൻ ഇതേപോലെയുള്ള പുണ്യാത്മാക്കളുടെ സാന്നിധ്യം ക്ഷേത്രങ്ങളിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനും. നമ്മളെയൊക്കെ സ്വാധീനിച്ച ഗ്രന്ഥങ്ങൾ, നമ്മുടെയൊക്കെ വഴികാട്ടിയ ഗ്രന്ഥങ്ങൾ, നമുക്കൊക്കെ അനുഗ്രഹം ഉണ്ടാവണമെന്ന് ഈ യൂണിഫോം ഇട്ടുകൊണ്ട് ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചവർ, അവരെയൊക്കെ ഒന്ന് സ്മരിക്കാൻ കൂടി ഇങ്ങനെയുള്ള വേളകൾ ഇടയാവുന്നു എന്ന് സ്മരിച്ചുകൊണ്ട് ഈ മഹാക്ഷേത്രത്തിൽ ദേവീ ഭാഗവതം വിശകലനം ചെയ്യുന്ന വേളയിൽ ക്ഷേത്ര ഭരണസമിതിയുടെ ക്ഷണം സ്വീകരിച്ച് കൃത്യസമയത്ത് ഈ ദേവാലയത്തിലെത്താൻ മനസ്സ് കാണിച്ച റവറൻ ഫാദർ ജോൺ വർഗീസ് കുളക്കടയ്ക്ക് നമസ്കാരം അർപ്പിച്ചുകൊണ്ട് എന്നും ഈ ക്ഷേത്രത്തിലെ ഒരു അതിഥിയായി, ഈ ക്ഷേത്രത്തിലെ ഒരു അംഗമായി ഇവിടെ ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്രസംഗാപീഠത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കായി നമുക്ക് വിനയപുരസ്സരം ക്ഷണിക്കാം. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഈ സ്ഥലത്ത് ഈ പുണ്യകർമ്മങ്ങളുടെ മധ്യേ, നവാഹ അനുഭവങ്ങളുടെ മധ്യേ ഈ സന്ധ്യയിൽ അല്പം ചിന്തകൾ പങ്കുവയ്ക്കാൻ എന്നെ ക്ഷണിച്ച തിരുവമീൻകുന്നത്ത് ദേവീക്ഷേത്ര ഈ നവാഹ സംഘാടക സമിതിയോട് വളരെ വിനയപൂർവ്വം ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്നു. ഏറെ വന്ദനായ പള്ളിക്കൽ സുനിൽ തിരുമേനിയുടെ ഒരു വലിയ ഇഷ്ടമുള്ള ആളാണ് ഞാൻ. അദ്ദേഹത്തിനോടൊപ്പം പല
വേദികളിലും ഞാൻ ചെന്നിട്ടുമുണ്ട്. കുണ്ടറയിലും ചടയമംഗലത്തും മടവൂർ ക്ഷേത്രത്തിലുമൊക്കെ തിരുമേനി നവാഹ കർമ്മങ്ങൾ ചെയ്തതിൻ്റെ ഇടയ്ക്ക് പ്രഭാഷകനായി ചെന്നതൊക്കെ ഞാൻ ഓർക്കുന്നു. വേറെയും ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. എനിക്ക് തോന്നുന്നു അവസാനം മടവൂരാണെന്ന് തോന്നുന്നു ഞാൻ, അല്ലേ? അങ്ങനെയാണെന്ന് തോന്നുന്നു. ഈ സ്ഥലത്തേക്ക് പ്രിയപ്പെട്ട രാജേഷ് ക്ഷണിച്ചപ്പോഴും ഒത്തിരി സന്തോഷം തോന്നി. എൻ്റെ നാടാണിത്. ഈ നാളുകളിൽ ഞാനിവിടെ താമസിക്കുന്നില്ലെങ്കിലും എൻ്റെ സ്ഥലമാണ്. ചെറുപ്രായത്തിൽ തന്നെ കണ്ടുവളർന്ന ക്ഷേത്രങ്ങളും ചൈതന്യ കുടീരങ്ങളുമാണിതെല്ലാം, പള്ളിയും ക്ഷേത്രവുമെല്ലാം. അത് ഇവിടെയും ഞങ്ങളുടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും ഞങ്ങളുടെ പള്ളിയും എല്ലാം ഒരേപോലെ കണ്ടു തുടങ്ങിയതാണ്. ഈ നവാഹവേദികൾ ഈ കോവിഡ് കാലത്തിന് ശേഷമൊക്കെ ഒരു പുതിയ പ്രഭ ഈ ദേശത്തിന് ഈ ദിവസങ്ങളിലൂടെ ഉണ്ടാകട്ടെ. പ്രാപഞ്ചികമായൊരു ഏകതയുടെ മുൻപിൽ, ദൈവാനുഭവത്തിൻ്റെ മുമ്പിൽ ഞാൻ നമ്രശിരസ്കനാകുന്നു. തിരുമേനിയുടെ നല്ല പ്രഭാഷണങ്ങൾ ഞാൻ അല്പനേരമായി പുറത്ത് നിൽക്കുന്നു കേൾക്കുകയും ചെയ്തു. എനിക്കിഷ്ടമാണ്. തിരുമേനിയുടെ ചില CD-കളൊക്കെ ഞാനിങ്ങനെ കേൾക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ കുറച്ച് മാത്രമേ കേട്ടിട്ടുള്ളൂ. എന്തിനാണ് ഇങ്ങനെ ഈ സ്ഥലത്ത് വന്നിരുന്നിങ്ങനെ കേൾക്കുന്നത്? അതൊരു ചോദ്യമാണ്. ഈ സമയത്ത് വീട്ടിലിരുന്നാൽ പോരെ? യത്കിഞ്ച വിജ്ഞാതം വാചാ തത്രൂപം, അറിയപ്പെട്ടതിനെ എല്ലാം വാക്കുകൊണ്ട് പ്രകടിപ്പിക്കാം, വാക്കുകൊണ്ട് പ്രകാശിപ്പിക്കാം. ഈ വാക്കിന്റെ വിശേഷത്തെ അറിയുന്നവനെ വാക്ക് തന്നെ രക്ഷിക്കുമെന്നാണ്. അതിപ്പോൾ ഒരു പള്ളിയിലായാലും ക്ഷേത്രത്തിലായാലും ഈ വാക്കുകൾ, ബൃഹദാരണ്യ ഉപനിഷത്ത് പറയുന്ന ഒരു കാര്യമാണത്. വാക്ക് അറിയപ്പെട്ടതിനെല്ലാം വാക്കുകൊണ്ടാണ് പ്രകാശിപ്പിക്കുന്നത്. അതിനെ മനസ്സിലാക്കിയാൽ ആ വാക്ക് നമ്മെ രക്ഷിക്കുമെന്നാണ്. വാചാ സർവാണി ഭൂതാനി, എല്ലാ വാക്കുകൾ കൊണ്ടാണ്. ബൈബിളും പറയുന്നത് അതാണ്. ആദിയിൽ വാക്കുണ്ടായിരുന്നു, വചനമുണ്ടായിരുന്നു. വാക്ക് സൃഷ്ടി, അല്ലേ? വാക്കിലാണ് സൃഷ്ടി, വാക്കിലാണ് സ്ഥിതി, വാക്കിലാണ് സംഹാരം. അപ്പൊ വേദപുസ്തകത്തിന്റെ, ബൈബിളിന്റെ സന്ദേശം അത് തന്നെയാണ്. വാക്കിലാണ് തുടങ്ങിയത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, ഇൻ ദ ബിഗിനിങ്. അപ്പൊ എന്തിനാണ് ഇവിടെ വന്നിരുന്നത് കേൾക്കുന്നത്? അതിന്റെ ഉത്തരം അതാണ്. ഈ വാക്ക് നമ്മെ രക്ഷിക്കും. പിന്നെ ഇവിടെ വന്നിരിക്കേണ്ട കാര്യം എന്താ? ഈ സമയത്ത് വീട്ടിൽ സ്ഥലം ഉണ്ടായിരുന്നല്ലോ, ഈ മൈക്ക് എവിടെ എല്ലാം ഉണ്ട്. എന്തിനാണ് ഇവിടെ തന്നെ വന്നിരുന്ന് കേൾക്കുന്നത്? ക്ഷയാതിത്രായതേ ഇതി ക്ഷേത്ര. നാശം, ക്ഷയം, അല്ലേ? ക്ഷയാതിത്രായതേ ഇതി ക്ഷേത്ര. നാശമില്ലായ്മയും വാർക്കുന്നതെല്ലാം അമ്പലമാണ്, ക്ഷേത്രമാണ്, ദേവാലയമാണ്. അത് മോസ്കെന്നോ പള്ളിയെന്നോ ക്ഷേത്രമെന്നൊന്നും ഒരാൾക്ക് അവകാശപ്പെടാനില്ല. എല്ലാം ക്ഷേത്രമാണ്. നാശമില്ലായ്മയെ വാർക്കുന്ന എല്ലാ ഇടങ്ങളും ക്ഷേത്രമാണ്. അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം നശ്വരമാണ്. അനശ്വരമായത് ഈശ്വര സാന്നിധ്യം മാത്രമാണ്. അതുകൊണ്ടാണ് ഇവിടെ. എന്തിനാണിത് കേൾക്കുന്നത്? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. വാക്ക് നമ്മെ രക്ഷിക്കും. ഇവിടെ എന്തിനാണ്? ഈ കുന്തിപുത്ര അർജുനനോട് കൃഷ്ണൻ പറയുന്നതും ഇതം ശരീരം കൗന്ദയ ക്ഷേത്രമിത്യഭീദയതേ. നിന്റെ ശരീരം തന്നെയാണ് ക്ഷേത്രം. ഇതം ശരീരം കൗന്ദയ ക്ഷേത്രമിത്യഭീധീയതേ. ശരീരം തന്നെയാണ് ക്ഷേത്രം. അപ്പൊ നമ്മൾ തന്നെയാണ് ക്ഷേത്രം. അത് വായിക്കുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അപ്പൊ അർജുനനോടുള്ള കുന്തിപുത്ര എന്ന് പറയുന്ന ഉപദേശം, ഇതം ശരീരം കൗന്ദയ എന്ന് പറയണ ഭാഗം എനിക്ക് പെട്ടെന്ന് ബൈബിളിലെ സെയിന്റ് പോളിന്റെ, പൗലോസ്ലീഹായുടെ ആ വാക്കുകൾ തന്നെയായിട്ടാണ് ഓർമ്മ വരുന്നത്. ഈ ശരീരം തന്നെയാണ്. അപ്പൊ ഇവിടെ ഇരിക്കുന്നതെല്ലാം ക്ഷേത്രമാണ്, പള്ളിയാണ്. പക്ഷെ ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ചേരാത്തടത്ത് പോയി ഇരിക്കാൻ പാടില്ല. മനസ്സിലായി കാണും. ഈ ക്ഷേത്രം തന്നെയാണ് ചിലപ്പോൾ 1-ാം തീയതി കട തുറക്കാത്തതുകൊണ്ട് 31-ാം തീയതി ഓടുന്നത്.
ചില കുപ്പികളുടെ കഴുത്ത് പൊട്ടിക്കുന്നവർ, യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരുമിച്ച് കമിഴ്ത്തുന്നവർ ഈ ക്ഷേത്രം തന്നെയാണ്. അത് പാടില്ല. പരമഹംസര് പറയുന്നൊരു കാര്യമുണ്ട്, ആധുനിക മനുഷ്യന്റെ ഭക്തി എന്ന് പറയുന്നത് ഈച്ചയെ പോലെയാണ്. നമ്മുടെ കാര്യമാണ്. എന്ത് ഈച്ചയുടെ പ്രത്യേകത? ദേവൻ അർപ്പിച്ച നിവേദ്യങ്ങളിൽ വന്നിരിക്കുന്ന ഈച്ച അടുത്ത നിമിഷം അമേദ്യത്തിൽ പോയിരിക്കും, പിന്നെയും വന്ന് നിവേദ്യത്തിലിരിക്കും. ഈച്ചയ്ക്ക് യാതൊരു ഉളിപ്പുമില്ല. ആ വാക്കാണ് ഞാൻ പറയുന്നത്. ഈച്ചയ്ക്ക് യാതൊരു കുറ്റബോധവും ഇല്ല. ഇതേ സ്വഭാവം തന്നെയുള്ളതാണ് നമ്മളല്ലേ. പരമഹംസർ പറയുന്ന പോലെയാണ്, ഈച്ചയുടെ പണിയാണ് നമുക്കുള്ളത്. ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ കുന്തിപുത്ര നീ തന്നെയാണ് ക്ഷേത്രം, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്ന് ബൈബിൾ പറയുന്ന പോലെ നമ്മൾ ഇതിനോട് ചേർന്നിരിക്കുമ്പോൾ ക്ഷേത്രമായി മാറുകയാണ്. ഇത് ഇത്തിരി കഴിയുമ്പോൾ ഈ സ്വഭാവം അല്ല. നാളെ ഈ സ്വഭാവമല്ല. നവാഹം 9 ദിവസമേ ഉള്ളൂ, 90 ദിവസം നടത്താൻ ഒക്കത്തില്ല. സപ്താഹം 7 ദിവസം നടത്താനൊക്കെ ഉള്ളൂ. ഈ നവാഹത്തിന്റെ എക്സ്റ്റൻഷൻ ഒരു 900 ദിവസത്തേക്ക് നീളണം. അത് പറ്റുമോ? അത് ഈ അമ്പലത്തിന്റെ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ട് വിട്ട്, ഈ മൈതാനം വിട്ട്, സ്നേഹിത താങ്കളുടെ വീട്ടിലേക്ക് ഇതിന്റെ എക്സ്റ്റൻഷൻ പോകണം. ഈ മന്ത്രധ്വനികളുടെ സൗന്ദര്യവും അതിൻ്റെ മഞ്ഞുപോലത്തെ ലാവണ്യവും നമ്മുടെ വീടുകളിലേക്ക് അതിൻ്റെ എക്സ്റ്റൻഷനായി 9, 90 900 പടരുന്നിടത്താണ് ഇത് വിജയിച്ചു എന്ന് ഇവിടുത്തെ കമ്മിറ്റിക്കാർക്ക് പറയാനൊക്കുന്നത്. ക്ഷേത്രമായി മാറുകയാണ്. അപ്പോൾ നമുക്കറിയാലോ, ഇതിങ്ങനെ വന്നിട്ട് നിങ്ങൾ കേൾക്കുന്നു. ഇന്ന് രാത്രി സന്ധ്യയ്ക്ക് ഒരു ക്രൈസ്തവ പുരോഹിതൻ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങൾക്ക് അന്യനല്ല, ഈ നാട്ടുകാരനാണ്. നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ ഈശ്വര സാക്ഷാത്കാരത്തിന് നവാഹം 9 ദിവസമാണെന്ന് പറയുന്ന പോലെ 9 പടികളാണല്ലോ. ഈശ്വര സാക്ഷാത്കാരത്തിന് 9 പടികളാണ് പറഞ്ഞു വച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് ശ്രവണം, കേൾക്കുക. അതാണിപ്പോൾ നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എക്സ്റ്റൻഷൻ 9 ദിവസം കഴിഞ്ഞ് പോണം. ഇത് തുടക്കം മാത്രമാണ്, ശ്രവണം. രണ്ടാമത്തേതെന്താ? കീർത്തനം, കേട്ടത് പറയുക. ഞാൻ ഈ പറയുന്നത് ഏത് മതത്തെക്കുറിച്ചും, ബൈബിളിനെ കുറിച്ചാകാം, ഖുറാനെ കുറിച്ചാകാം, ഭാരതീയ ഇതിഹാസങ്ങളെക്കുറിച്ചും പുരാണങ്ങളെക്കുറിച്ചും മന്ത്രോച്ചാരണങ്ങളെക്കുറിച്ചും ഒക്കെ ആകാം. ഏതും. ഒന്ന് ശ്രവണം, രണ്ടാമത്തെ പടി കീർത്തനം, പറയുക. കേട്ടത് 9 ദിവസം കഴിഞ്ഞ് നമ്മൾ ഉറങ്ങിപ്പോരുത്. ഇതിവിടുന്ന് കഴിഞ്ഞു, വിളക്കും അഴിച്ചു ലൈറ്റും ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തീർന്നു എന്നല്ല. ഇത് നവാഹം 90 900 നമ്മുടെ ജീവിതത്തിലേക്ക് എക്സ്റ്റെൻഡഡ് ആകണം. ഇപ്പൊ ശ്രവണം, കീർത്തനം, മൂന്നാമത്തെ സ്മരണമാണ്. 9 കഴിഞ്ഞ 900 ഇങ്ങനെ പറയണം, തിരുമേനി എന്തായിരുന്നു പറഞ്ഞത്. ഓരോ ദിവസത്തെയും എനിക്കൊന്ന് ബഷീർ സാർ ഒരു ദിവസം ഉണ്ടായിരുന്നു. എന്തായിരുന്നു പറഞ്ഞത്? ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഞങ്ങളുടെ ചെറിയ അറിവിൽ നിന്ന് എന്താണ് പറഞ്ഞത്? അപ്പം എനിക്കിത് പറയാനൊരു തിരുമേനി ഒത്തിരി ഗഹനമായ വേദ കാര്യങ്ങൾ പറയുന്നതിനിടയ്ക്ക് എനിക്ക് ഇതൊക്കെ ഞാൻ പരമാവധി വായിക്കാൻ ശ്രമിക്കുന്ന ആളാണ്. എല്ലാ രാമായണവും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. എല്ലാ പുസ്തകങ്ങളും എൻ്റെ പല വേർഷൻസും എൻ്റെ കയ്യിലുണ്ട്. വളരെ സമ്പന്നമായ ഒരു വായന പുസ്തകങ്ങൾ ഭാരതീയ ഇതിഹാസങ്ങളെ കുറിച്ച് എനിക്കുണ്ട്. ആ അറിവ് മാത്രമേ എനിക്കുള്ളൂ. അതിൽ നിന്നാണ് എന്നും ഇതൊക്കെ കേൾക്കുന്ന നിങ്ങളോട് പറയുക. 3 സ്മരണമാണ്. ഇതിങ്ങനെ സ്മരിക്കണം. അപ്പൊ ശ്രവണം, കീർത്തനം, സ്മരണം. 4മത്തേത് പാദസേവനം, നവാഹം കൊണ്ട് ജീവിതത്തിന്റെ കർമ്മഭൂമികളിൽ ഈശ്വരനോടും മറ്റു മനുഷ്യരോടും പാദസേവനം. 5മത്തേത് നിങ്ങൾ പറയുന്നെൻ്റെ വിചാരം, 5മത്തേത് അർച്ചനം. ഇപ്പോഴാണ് ഇതുവരെ നമ്മൾ സ്വീകരിക്കുകയാണ്. 9 പടികളിൽ 4 ഇങ്ങനെ സ്വീകരിക്കുകയാണ്. 5മത് വരുമ്പോൾ അത് കൊടുക്കുകയാണ്, അർച്ചനം. 6 വന്ദനം, 7 ദാസ്യം. ഞാൻ നിന്റെ ദാസൻ, ഞാൻ നിന്റെ ദാസി, ഞാൻ നിന്റെ ദാസി അല്ലേ? അർജുന വിഷാദ യോഗത്തിൽ തേർത്തട്ടിൽ ദാസനാകുന്നത് പോലെ. 8മത്തേത് എന്തെന്നറിയാം? സഖ്യം. അത് സ്വപ്നം കാണാനേ ഒക്കെ ഉള്ളൂ. നാം ആരാധിക്കുന്ന ദൈവത്തോട് കലർപ്പില്ലാതെ ബ്ലെൻഡഡ് ആകുക. സ്വാമി എന്ന് പറയും. സ്വാമി എന്ന് പറഞ്ഞാൽ 2 അർത്ഥമാണ്. ഒന്ന് പൂജ്യൻ, 0. മാലയിടുമ്പോൾ കറുപ്പുടുക്കുമ്പോൾ ഞാൻ ശൂന്യനായി.
പൂജ്യം, ഞാൻ വെറും പൂജ്യം. ഇനി എൻ്റെ പേര് തങ്കപ്പനെന്നോ വാസുദേവനെന്നോ അല്ല, ഞാൻ വെറും പൂജ്യം സ്വാമി. അവിടെ ചെല്ലുമ്പോഴോ അതും സ്വാമി അല്ലേ, ഉടയവൻ, രാജാവ്. ഇതൊരു ബ്ലെൻഡാണ്, ബ്ലെൻഡിങ് ആണ്. ഈ ബ്ലെൻഡിങ് ഈ പോകുന്നയാളും അവിടെ ഇരിക്കുന്നയാളോട് ഒരു ബ്ലെൻഡിങ്, അത് പള്ളിയിലായാലും വിശുദ്ധ മദ്ബഹായിലായാലും ഏത് ആരാധനാനുഭവത്തിൽ ഈ ബ്ലെൻഡിങ് നടക്കുന്നതിൻ്റെ പേരാണ് സഖ്യം എന്ന് പറഞ്ഞാൽ ഞാനും നീയും ഒന്നാകുന്നു. അത് തത്വമസി എന്ന് നാം ചിന്തിക്കുന്നതിൻ്റെ കുറച്ചുകൂടെ അടുത്ത് ചിന്തിച്ചുകൊണ്ടാൽ മതി. 8 സഖ്യമാണ്, സഖ്യം, ബ്ലെൻഡിങ്, ദൈവവുമായിട്ടുള്ള ബ്ലെൻഡിങ്. ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ പരമോന്നതം 9ാമത്തേതാണ്, ആത്മനിവേദനം. ആത്മാവിനെ, നമ്മുടെ ആത്മാവിനെ, ഈ ശരീരമൊക്കെ പോവുമല്ലോ അല്ലേ, അർത്ഥാഗ്രഹ നിവർത്തന്തേ അല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട് നീതിസാരത്തിൽ. ഈ ശരീരമൊക്കെ പോവും, ആത്മാവിനെ ഏൽപ്പിക്കുക. ക്രൂശിൽ യേശു ക്രിസ്തു മരിക്കുമ്പോൾ, പെട്ടഞ്ഞു മരിക്കുമ്പോൾ അവസാനം പറഞ്ഞ വാക്ക് ഇതാണ്, ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുക. ആത്മനിവേദനം, ആത്മാവിനെ. ഇപ്പൊ ഈശ്വര സാക്ഷാത്കാരത്തിന്റെ 9 പടിയിൽ ആദ്യത്തേത് മാത്രമാണ് ഇപ്പൊ നടക്കുന്നത്, ശ്രവണം, കേൾവി. ഇതിനിങ്ങനെ കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം 9 സ്റ്റെപ്പിൽ ചൊല്ലൂ. അതാണ് ഈ നവാഹത്തിന്റെ അല്ലെങ്കിൽ ഏതൊരു ആത്മീക കർമ്മത്തിന്റെ, അത് ഏത് മതമായാലും നമുക്ക് നേരെയുള്ള വെല്ലുവിളി. അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്കും ഇനിയിപ്പോൾ ഭക്ഷണവും കഴിക്കും, അല്ലെങ്കിൽ കലാപരിപാടികളും കാണും, പോവും. ഒരു ആത്മീക കർമ്മം കൊണ്ട് ഈ അവസാനത്തോളം എത്തുമോ? മരിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷമെങ്കിലും നമ്മുടെ ആത്മാവ് സ്വയം മറന്ന് ഈശ്വരനിൽ അർപ്പിക്കുമോ? അല്ലേ? ഞാൻ പറഞ്ഞ 1-2 കാര്യങ്ങളിലൂടെ മെല്ലെ പറഞ്ഞു തുടങ്ങിയതാണ്. എന്തിനാണ് ഇത് കേൾക്കുന്നത്? വാക്ക് നമ്മെ രക്ഷിക്കും അല്ലോ. ഇവിടെ ഇരുന്ന് എന്തിനാണ്? ക്ഷേത്രം എന്താണ്? ക്ഷേത്രം ആരാണ്? പിന്നെ നമ്മൾ പറഞ്ഞത് ഈ ശ്രവണം കൊണ്ട്, ഇത് കേൾക്കുന്നത് കൊണ്ട് എവിടെ വരെ ചെല്ലണം? 9ാമത്തെ പടി വരെ ചെല്ലണം എന്നാണ്. ശരിക്കും ഞാൻ ഒരൊറ്റ വാചകത്തിൽ പറഞ്ഞാൽ, എന്തിനാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്? ഏത് മതമായാലും ആത്മീക കർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് ഒറ്റ കാര്യം ഞാൻ പറയുന്നത്, അതത് കാലത്തെ കാട്ടാളത്തത്തോട് അരുത് എന്ന് പറയാനാകുന്ന ഒരു വാൽമീകി ബോധം. ഞാൻ പറയണ വാചകം ഒന്നുകൂടെ ഒന്ന് കേൾക്കുമോ? അതത് കാലത്തെ കാട്ടാളത്തത്തോട്, അത് വീട്ടിനകത്തെ കാട്ടാളത്തം ആകാം. ഇന്നിപ്പോ ഒരാളുടെ വിധി നമ്മൾ കൊതിച്ചിരുന്നതാ അല്ലേ, അറിയാം. അത് കേട്ടിട്ട് അവിടെ വന്നിരിക്കുന്നത് ആര്? ആ കിരണ്ട്. നമ്മുടെ വീട് ഇതിന്റെ ചെറിയ പതിപ്പ് വല്ലതും ആണോ എന്നുള്ളതാ. നമ്മൾ കിരണിന്റെ വിധി കേൾക്കാൻ കൊതിച്ചിരുന്നതാണ്. അവന് കിട്ടിയത് പോരാന്നാണ്, ഇപ്പൊ 10 വർഷം പോരാന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തെ, നമ്മുടെ വീടോ? ഇതിന്റെ ചെറിയ കിരൺമാരൊക്കെ നമ്മുടെ വീട്ടിലില്ലേ? ചെറിയ അനുഭവം നമ്മുടെ വീട്ടിലില്ല. അതത് കാലത്തെ കാട്ടാളത്തത്തോട്, അത് വീട്ടിലായാലും നാട്ടിലായാലും അരുത്. മാനിഷാദ പ്രതിഷ്ഠ ത്വമഗമ ശാശ്വതി സമായത് ക്രൗഞ്ച മിഥുനാദേകം അവധി കാമമോഹിതം. ആ ഒരു സൂക്തം ഇങ്ങനെ ഭാരതത്തിന്റെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ അലയടിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിലെ കാട്ടാളത്തത്തോട് കുറെ കൂടെ നല്ല മനുഷ്യരാകുക. എല്ലാ ആത്മീക അനുഭവങ്ങളുടെ ലക്ഷ്യം അതാണ്. ഇപ്പൊ ഇവിടെ വന്നിരുന്ന് ഇത് കേൾക്കുന്നു, നമ്മൾ ധ്യാനിക്കുന്നു, നമ്മൾ കേൾക്കുന്നു. ഇത് കഴിഞ്ഞ് ഒരു 8:30 മണി അല്ലെ 9 മണിയാകുമ്പോൾ നമ്മൾ വീട്ടിൽ പോകും. എനിക്ക് തോന്നുന്നു തിരുമേനി ഒരു 9 ദിവസം പറഞ്ഞു കഴിയുമ്പോൾ ഒരു പുസ്തകം എഴുതാനുള്ളത് നമ്മുടെ കയ്യിൽ കാണും. പക്ഷെ ഇതിന്റെ 90ലേക്ക് നമ്മൾ പോകുന്നുണ്ടോന്നുള്ളൂ. 90 എന്ന് പറഞ്ഞാൽ ഇതിന്റെ എക്സ്റ്റൻഷൻ നമ്മുടെ ജീവിതത്തിൽ നാം കേൾക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. വല്ലാത്തൊരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, വല്ലാത്തൊരു കാലത്തിലാണ്. നമുക്കറിയാലോ, ഞാൻ ഈ മഹാഭാരതം ഭവിഷ്യൽ പർവ്വത്തിൽ അല്ല തിരുവേനി, കലിയുഗ വർണ്ണനം അത് വായിച്ചിട്ടുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, എന്നേക്കാൾ കൂടുതൽ വായിച്ചിട്ടുണ്ടാവും. കൂട്ടണ്ട, അത്രയും മതി, അതൊക്കെ പാകം. ഭവിഷ്യൽ പർവ്വത്തിൽ അത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും, ഈ ഒരു കാലഘട്ടം, ഞാൻ കാട്ടാളത്തെ കുറിച്ച് പറഞ്ഞു വന്നപ്പോഴാണ്, ആ കലിയുഗ വർണ്ണനം ഭവിഷ്യൽ പർവ്വത്തിൽ പറയുന്നത് ശരിക്കും 2022 അതിപ്പോ എനിക്ക് സംസ്കൃതം ഒന്നും വലുതായിട്ട് അറിയില്ല. ഞങ്ങൾ വൈദിക സെമിനാരിയിൽ പഠിക്കുമ്പോൾ ഈ
2-3-4 ഭാഷകൾ എക്സ്ട്രാ പഠിക്കണം. 1 സുറിയാനി, 2 ഹീബ്രു, 3 സംസ്കൃതം, 4 ഗ്രീക്ക്. ഇതൊക്കെ പഠിക്കാനുണ്ട്. അത് ചെറിയ കാര്യങ്ങൾ മാത്രമേ അപ്പം നമുക്ക് അറിവുള്ളൂ. പക്ഷെ അതിൻ്റെ തനി മലയാളമാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കലിയുഗ വർണ്ണനം ശരിക്കും 2022 തന്നെയാണ്, നമ്മുടെ നാട് തന്നെയാണ്. അതിങ്ങനെ വായിക്കുമ്പം ഞാൻ വായിച്ചിട്ടുള്ളത്, ഞാനിങ്ങനെ കുറിച്ച് വെച്ചിട്ടുണ്ട്, പ്രജകളെ വേണ്ട വിധം സംരക്ഷിക്കാത്ത രാജാക്കന്മാരുടെ കാലം ഈ കാലം തന്നെ. അത് നിങ്ങൾ തല കുലുക്കിക്കോണം. ഭവിഷ്യൽ പർവ്വം പറയുന്ന കാര്യമാണ്, അല്ലാതെ ജോൺ ടി വർഗീസ് എന്ന് പറയുന്ന അച്ഛൻ ഇന്ന് വന്ന് പറയുന്ന കാര്യമല്ല. നികുതി, മനുഷ്യനെ കൊന്നു മുടിക്കുന്ന നികുതി. ഒന്നും രാഷ്ട്രീയമായിട്ട് ചിന്തിക്കരുതേ. ഞാൻ പറയേണ്ടതും മഹാഭാരതമാണ്. രാജാക്കന്മാർ കള്ളന്മാരാകും. അന്ന് രാജാക്കന്മാരെന്ന് എഴുതി വെക്കാനൊക്കെ ഉള്ളു, ജനാധിപത്യം വന്നിട്ടില്ല. കള്ളന്മാർ രാജാക്കന്മാരാകും. ഇതിന്നല്ല, കാലങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. ഇതിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിച്ചോണ്ടാ മതി. അവിടെയാണ് ഇതിൻ്റെയൊക്കെ പ്രസക്തി. രാജാക്കന്മാർ കള്ളന്മാരാകും, കള്ളന്മാർ രാജാവെന്നുള്ള നിങ്ങൾ ബാക്കി നമ്മുടെ ഈ വേണ്ട, ഞാനത് പറയുമ്പോൾ പിന്നെ അങ്ങനെ പോകുന്നില്ല. പിന്നെ പറയുന്നു 16 വയസ്സ് പൂർത്തിയാകാത്ത സ്ത്രീ പുരുഷന്മാർ തമ്മിൽ പുണരും. തിരുമേനി തെറ്റുണ്ട്, എന്നെ അന്നേരം തിരുത്തിക്കോണം. ശരിയാണ്, പാകമെത്തുന്നതിന് മുമ്പേ വിളഞ്ഞു പോകുന്ന കുട്ടികളാണ് നമുക്കുള്ളത്. UKG പഠിക്കുന്ന കൊച്ചിനറിയാവുന്ന അറിവ് ഈ ഇരിക്കുന്ന അമ്മമാർക്ക് അറിയത്തില്ല, അറിയണ്ടാത്തത് പോലും. ഭവിഷ്യൽ പർവ്വം പറയാണ് ഋതുക്കൾ വിപരീതമാകും. ശരിയാണ്, ഇതുപോലെ കാലാവസ്ഥ തെറ്റിയൊരു കാലമുണ്ടോ? ഈ അധർമ്മത്തിന്റെ കാലത്താണ് ഈ വേദിയുടെ പ്രസക്തി, നമ്മുടെ ആത്മീകാനുഭവങ്ങളുടെ പ്രസക്തി. മേഘങ്ങൾ വിചിത്രമായി മഴ പെയ്യിക്കും. കാലങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. വല്ലതും തോന്നുന്നുണ്ടോ? നിറമുള്ള മഴ പെയ്തതൊന്നും വായിച്ചിട്ടില്ലേ? അതെ, കളർ മഴയൊക്കെ പെയ്തിട്ടുണ്ട് അല്ലേ? മഴയുടെ നിറം മാറിയതൊക്കെ ഇപ്പൊ അടുത്ത സമയത്ത് നമ്മൾ കണ്ടില്ലെന്നുള്ളതേ ഉള്ളൂ. മനുഷ്യർ ധർമ്മം ചെയ്യാത്തവരാകും, എല്ലാവരും കച്ചവടക്കാരാവും. അന്ന് എഴുതിയതാണ്. ഇപ്പൊ കേരളത്തിൽ കൂടെ സഞ്ചരിച്ച 50 മീറ്ററിൽ ഓരോ ഹോട്ടലാണ്. പണ്ട് മലയാളി അകത്തു ഭക്ഷണവും പുറത്തു വിസർജനമായിരുന്നു. ഇപ്പൊ പുറത്തു ഭക്ഷണവും അകത്തു വിസർജനമാണ്. എല്ലാ മുറിയും അറ്റാച്ച്ഡ് ആണ്. ഇനി അടുക്കളയും കൂടെയുള്ള അറ്റാച്ച്ഡ് ബാത്റൂം വെക്കാനുള്ളത് ഒക്കെങ്കിൽ ഒന്ന് വെച്ചോണം. കുളിമുറി അലങ്കരിക്കുന്ന കാലമാണ്. ഇന്നൊരു പുതിയ വീട് വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാശ് ചെലവാക്കുന്ന എന്തിനാ? കുളിമുറിക്ക. ബാത്റൂമിലൊക്കെ 20 അടി പൊക്കത്തിൽ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് ടൈൽ, അവിടെ വരെ ഉള്ള ഉയരം. എല്ലാവരും കച്ചവടക്കാരാകും. ലോകം മുഴുവൻ ഒരു വ്യാപാര കമ്പോളമായിട്ട് മാറി അല്ലേ? ലോകത്തെ നിയന്ത്രിക്കുന്നതിപ്പോ സ്വിഗ്ഗിയും ആമസോണും ഗൂഗിളും ഒക്കെയാണ്. ഇത് ഭവിഷ്യൽ പർവ്വം പണ്ടേ പറഞ്ഞു. സൗകുമാർ ഇനി പറയുന്നത് ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാൻ പാടില്ല, ഞാനായിട്ട് പറയുന്നതല്ലല്ലോ. സൗകുമാര്യം ക്ഷയിച്ചാലും സ്ത്രീകൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കൃത്രിമമായി ഉപയോഗിക്കും. ഇഷ്ടപ്പെട്ട് കാണുകയല്ല, ഇത് ഞാൻ പറഞ്ഞതല്ല. പുരുഷന്മാരുണ്ട്. ഈ ഗ്രന്ഥമൊന്നും വായിക്കാൻ കണ്ണു കാണുകയില്ല, പക്ഷെ ഇത് നരയൊക്കെ കറുപ്പിക്കാൻ നല്ല കാഴ്ചയാണ്. ഇത് നീ വായിച്ചോടി എന്നാണ് പറയുന്നത്. ഭാര്യയോട് പറയണം അതൊക്കെ നിന്റെ പണിയാണ്, ഇതിന് നല്ല കാഴ്ചയാണ് അല്ലേ? സൗന്ദര്യം ക്ഷയിച്ചാലും സ്ത്രീകൾ, താഴത്തുള്ള കടക്കാരെ കുറിച്ചല്ല കേട്ടോ, ചെറുപ്പക്കാർ വൃദ്ധരെ പോലെ ജരാനരകൾ ബാധിച്ച് വികൃതരാകും. ഒക്കെ കറക്റ്റാണ്. നമ്മൾ കാണുന്ന ഏറിയ പങ്ക് ചെറുപ്പക്കാരും ബ്ലേഡ് കണ്ടുപിടിക്കാത്ത നാട് പോലെയല്ലേ? ഒരു 12-14 കഴിഞ്ഞാല് മുടി, അവന്റെ രൂപം, താടി, ഇത് പണ്ട് പറഞ്ഞ്, ഞാനതാ പറഞ്ഞ 2022 ഇതൊരു ഇങ്ങനൊരു കാലത്തിന്റെ ലക്ഷണമാണ്. നമ്മുടെ പിള്ളേരുടെ മുടിയൊക്കെ തലയൊക്കെ കണ്ട ഈ കൈതച്ചക്കയുടെ മേളിലൊരു കൈത ഇല്ലേ, അതുപോലെയൊക്കെ അല്ലേ? എന്നൊക്കെ കോലമാണ് കെട്ടുക. ചെറുപ്പക്കാർ വൃദ്ധരെ പോലെ ജരാനരകൾ. ശരിയാണ്, 22ഉം 28ഉം ഒക്കെ വയസ്സുള്ള പിള്ളേർ മുഴുവൻ നരക്കിയാണ്. മഹായുദ്ധങ്ങൾ,
മഹാഘോഷങ്ങൾ, മഹാവർഷങ്ങൾ, മഹാഭയങ്ങൾ. ജനങ്ങൾ വിഷാദത്തിനടിപ്പെടും. ശരിയാണ്, കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് 270% മനോരോഗികളുടെ എണ്ണം വർദ്ധിച്ചത്. വിഷാദം. എത്രയോ ചെറുപ്പക്കാര് മെലങ്കോളിക്കായി വിഷാദ രോഗത്തിന് ചികിത്സിക്കുന്നെന്നറിയാം. ചിരിക്കാത്തവർ. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു റിപ്പോർട്ട് കണ്ടു, വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് എന്നാണ്. ലോകത്തെ ഏറ്റവും സന്തോഷിക്കുന്ന മനുഷ്യരുടെ രാജ്യം ഒന്നത് ഫിൻലൻഡ് എന്ന് പറയുന്ന ഒരു രാജ്യമാണ്, ചെറിയ രാജ്യമാണ്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ സ്വച്ഛ് ഭാരത് 2ാം സ്ഥാനത്തെങ്കിലും കാണും. ഞാൻ നോക്കി, 2, 3, 4 ഒക്കെ നോക്കി, നമ്പർ 118. ലോകത്ത് സന്തോഷിക്കുന്ന മനുഷ്യരുടെ രാജ്യത്തിന്റെ കണക്കെടുത്താൽ 118ാം സ്ഥാനമാണ് നമുക്ക്. ശരി, എവിടെ ഇരിക്കുന്ന എത്ര പേര് ഇപ്പൊ വിഷാദത്തിലാണ്? നിങ്ങളുടെ അടുത്തിരിക്കുന്നവർക്ക് അറിയാത്ത സങ്കടം അഗ്നിപർവ്വതം പോലെ ചങ്കിനകത്തിട്ടിരിക്കുന്ന കുറേ പേരിവിടെ ഉണ്ട്. നമ്മുടെ ഭാരതത്തിന്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്, ബയോളജിക്കൽ വെപ്പൺസ് ഉണ്ട്, രാസായുധങ്ങളും അണുവായുധങ്ങളും നമ്മുടെ വീട്ടിലൊന്നിനും കുറവില്ല. പക്ഷെ ഒരു ചിരിയുടെ കുറവുണ്ട്, വിഷാദം. ഭവിഷ്യൽ പർവം പറയുന്നത് പോലെ നിർവീര്യം പൃഥ്വി, ഭൂമി നിർവീര്യമാകുന്ന കാലം. നിർവീര്യം ഔഷധരസ, മരുന്നുകൊണ്ട് ഫലിക്കാത്ത കാലം. ബീജാമഹത്വം ഗഥ വിപ്രാ കർമാസ്ഥിത രാജ അനർത്ഥാ സമുദിത. വിപ്രന്മാർ മോശം വർത്തമാനം പറയും. അറിവുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നവർ പോലും മോശപ്പെട്ട വർത്തമാനം പറയാണ്. ഇത് കലിയുഗ വർണ്ണനമാണ്. ഞാൻ പറഞ്ഞത് ഇതുപോലെ ആത്മീകാനുഭവങ്ങൾ ഓരോ ദേവാലയങ്ങളിലും, അത് ക്ഷേത്രമായാലും ദേവാലയമായാലും പള്ളിയായാലും വർദ്ധിച്ചു വരേണ്ടതിൻ്റെ ആവശ്യം. ഇത് ബൈബിൾ പറയുന്നുണ്ടെന്നേ. രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും യുദ്ധം ചെയ്യും. ഇത് വേദപുസ്തകം പറയുന്നത് അന്ത്യകാലം എന്നാണ് അതിനെ പറയുക. അന്ത്യകാലം. അത് കലിയുഗ വർണ്ണനമായി ഭവിഷ്യൽ പർവ്വത്തിലുണ്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്കറിയാം, ഈ യുഗങ്ങൾ, ഹൈന്ദവ ചിന്തയിൽ യുഗങ്ങൾ പലതുണ്ട്. ത്രേതായുഗം, അധർമ്മം എത്ര കാലിലാണെന്നറിയാം? ത്രേതായുഗത്തിൽ കഴിഞ്ഞുപോയി, അധർമ്മം 2 കാലിലാണ്. ദ്വാപരയുഗത്തിൽ അധർമ്മം 3 കാലിലാണ്. കലിയുഗത്തിൽ അധർമ്മം എത്ര കാലില? അത് ഒരാൾക്ക് മാത്രമേ മനസ്സിലായുള്ളൂ. അപ്പൊ ഇത് 4 കാലിൽ അധർമ്മം പെരുകുന്ന ഒരു കാലമാണ്. ഞാനീ പറഞ്ഞതൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. ഈ കാലമല്ലേ, ഈ കെട്ട കാലം, കറുത്ത കാലം, വല്ലാത്തൊരു കാലമാണ്. നമ്മൾ 2021 മലയാള ഭാഷയ്ക്ക് കിട്ടിയ 2 പുതിയ പദങ്ങളുണ്ട്. ഒന്നാമത്തേത് ഏതാണെന്നറിയാം? നിരസിക്കൽ കൊല. വല്ലാണം കേട്ടിട്ടുണ്ടോ? കോതമംഗലത്ത് ആ ഡെന്റൽ കോളേജിൽ നോ എന്ന് പറയുന്ന പെങ്കൊച്ചിന്റെ കഴുത്ത് കണ്ടിക്കുകയായിരുന്നു. ഇഷ്ടപ്പെട്ട് ഒരു പെൺകുട്ടി നോ എന്ന് പറഞ്ഞ കൊന്നുകളയാണ്. 2022 മലയാള ഭാഷ നിഘണ്ടുവിന് കിട്ടിയ ഒരു പുതിയ പദമാണ് നിരസിക്കൽ കൊല. കുരുതിയാണ്. മറ്റൊരു വാക്ക് ഏതാണെന്നറിയാം? 2021 മലയാള ഭാഷയ്ക്ക് കിട്ടിയ പുതിയൊരു പദം, നമ്മൾ ഇന്നും ഒരു ഉപയോഗിക്കാത്തൊരു വാക്കുണ്ട്. ഈ കലിയുഗത്തിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് വേണേ പറയാം, ചക്രവാത ചുഴി. കേട്ടിട്ടുണ്ടോ? നേരത്തെ എങ്ങാണ്ട് കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ വർഷമാണ് കേട്ടത് ആദ്യം. ഋതുക്കൾ വിപരീതമാകുന്ന മനുഷ്യൻ അധർമ്മത്തിൽ 2018 മലയാളിക്ക് കിട്ടിയ ഒരു പുതിയ പദം ഉണ്ടായിരുന്നു. ഏതെന്നറിയാമോ? ദുരഭിമാനക്കൊല. പുനലൂരിൽ ഒരു കെവിനും ഒരു ഓർക്കത്തില്ലേ? നമ്മൾ മറന്നിട്ടില്ല അതൊന്നും. ഇതൊക്കെ സമീപകാലത്ത് നിങ്ങൾ പരിശോധിക്കും, മലയാള നിഘണ്ടുവിൽ കഴിഞ്ഞ 5 or 6 വർഷത്തിനുള്ളിൽ രൂപപ്പെട്ട പുതിയ പദങ്ങളൊന്നും പോസിറ്റീവ് വാക്കല്ല, എല്ലാം നെഗറ്റീവ് വാക്കാ. ദുരഭിമാനക്കൊല അല്ലേ? ദുരഭിമാനക്കൊല, നിരസിക്കൽ കൊല, ചക്രവാത ചുഴി ഒന്നും നമ്മൾ കേട്ടിട്ടില്ല. കൊറോണയൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ വിദേശ വാക്കുകളാണ്. മലയാളിയുടെ ഗൃഹാന്തരീക്ഷത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, ഓർക്കുക. അപ്പൊ നമ്മളിങ്ങനെ ഈ ഒരു ഇതിന്റെ പ്രസക്തി, ഞാൻ കൊച്ചു കൊച്ചു ചോദ്യങ്ങളും കൊച്ചുത്തരങ്ങളുമായിട്ടാണ് പോകുന്നത്. എന്തിനാണ് ഇങ്ങനെ, എന്തിനാണ് ഇവിടെ, ഇതിന്റെ പ്രസക്തി എന്താണ്?
കുറെ കൂടെ നല്ല മനുഷ്യരാകുക. എന്നെ മനുഷ്യാൽ ശ്രേഷ്ഠതരം ഹിക്കിഞ്ചിത്. വ്യാസൻ ഭീഷ്മരിലൂടെ പറഞ്ഞു തരുന്നതാണ്. മനുഷ്യനേക്കാൾ ശ്രേഷ്ഠമായതൊന്നുമില്ല. ഉണ്ടോ? നമ്മൾ ഈ കർമ്മങ്ങളും ആത്മീക അനുഭവങ്ങളും ഒക്കെ ഏത് മതങ്ങളും അനുഷ്ഠിക്കുമ്പോൾ ബിംബിസാര മഹാരാജാവിൻ്റെ അനുഭവം ബുദ്ധൻ പറയുന്നത് പോലെ എല്ലാത്തിൻ്റെ അടിസ്ഥാനം മനുഷ്യനാണ്. നമുക്കറിയാലോ, ഈ ഭാരതത്തിൽ മഹാന്മാരെന്ന് വിളിക്കുന്ന 2 ചക്രവർത്തിമാരേ ഉള്ളൂ. ഒന്ന് അക്ബറാണ്, ദ ഗ്രേറ്റ് അക്ബർ. എന്തിനാണ് അക്ബറെ അങ്ങനെ വിളിക്കുന്നത്? അക്ബറുടെ ജീവിതത്തിൽ എല്ലാ മതങ്ങളെയും സ്വാംശീകരിച്ച ആളാണ്. രജപുത്ര വനിതയായിരുന്നു അക്ബറുടെ വധു. മോനെ വളർത്തിയതൊരു കത്തോലിക്ക പുരോഹിതനാണ്. ഹിന്ദുവിൻ്റെ തിലകവും പാഴ്സിയുടെ വേഷവും ഒക്കെ ധരിച്ചു. എല്ലാ മതങ്ങളും അദ്ദേഹം സ്വാംശീകരിച്ചു. അക്ബറെ വിളിക്കുന്നത് ഗ്രേറ്റ് അക്ബർ എന്നാണ്, മുഗൾ ചരിത്രത്തിലും ഭാരത ചരിത്രത്തിലും. മഹാൻ എന്ന് ഭാരതം വിളിക്കുന്ന മറ്റൊരാൾ അശോകനാണ്. അശോകൻ അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് അശോകൻ മഹാൻ എന്ന് വിളിക്കുന്നത്? കലിംഗ യുദ്ധം നടക്കുന്നൊരു വരെ അശോകൻ എന്ന് പറയുന്ന ചക്രവർത്തി മനുഷ്യനെ ചൂടുവെള്ളത്തിലിട്ട് കൊല്ലുന്നയാളായിരുന്നു. ക്രിമിനൽ എന്ന് പറഞ്ഞാൽ പക്ക ഗുണ്ടയായിരുന്നു. എന്നാൽ കലിംഗ യുദ്ധം നടക്കുന്ന നാളുകളിൽ ഒന്നിൽ പടക്കളത്തിൽ സ്വന്തം സൈന്യത്തിന്റെ വിജയത്തിന്റെ കണക്കെടുക്കാൻ, ശിരസറ്റുപോയ ശത്രു കബന്ധങ്ങളുടെ കണക്കെടുക്കാൻ വൈകുന്നേരം ഇങ്ങനെ നടക്കുമ്പോൾ, പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ താണുപോയ വൈകുന്നേരം ചോരയിൽ കുളിച്ചു കിടക്കുന്ന ശത്രു ശരീരങ്ങൾ, ശവശരീരങ്ങളുടെ കണക്കെടുത്ത് ഉള്ളിൽ ജയം പറഞ്ഞ് നടക്കുന്ന അശോകന്റെ അകത്ത് ഈശ്വരൻ ഒരു സ്പാർക്ക് ഇട്ടു. അശോക, നീ വലിയ രാജാവാണല്ലോ, ഈ കിടക്കണ ഒരെണ്ണത്തിന് ജീവൻ കൊടുക്കാൻ പറ്റുമോ? നിനക്കറിയാമല്ലോ, അന്ന് രാത്രി അശോകൻ ഉറങ്ങിയില്ല, ഒരു വറ്റ് താഴേക്ക് ഇറങ്ങിയില്ല. അശോകൻ അങ്ങനെയാണ് ബുദ്ധമതം സ്വീകരിച്ചത്. ഒരു ഉറുമ്പിനെ പോലും കൊല്ലാത്ത ദ ഗ്രേറ്റ് അശോക ആയി മാറിയത്. നമുക്കറിയാം, ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ സമ്മാനം കൊടുക്കുന്നത്, അതിൻ്റെ പേരെന്താ? സമാധാനത്തിനുള്ള നോബൽ അല്ലേ? സാഹിത്യത്തിന്, എല്ലാ വിഷയങ്ങൾക്കും സമ്മാനം, ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത് നോബലാണ്. നോബൽ പ്രൈസ്, സമാധാനം. ഈ പുള്ളി രക്ഷപ്പെട്ടത് നന്നായത് എങ്ങനെയാണെന്നറിയാം? ഒരു ദിവസത്തെ പത്രത്തിലെ ചരമക്കോളം നോക്കിയിട്ടാണ്. ഇദ്ദേഹം ഡൈനമിറ്റ് കണ്ടുപിടിച്ച ആളാണ്. മനുഷ്യനെ കൊന്നുകളയുന്ന അഗ്നി കണ്ടുപിടിച്ച ആളാണ്. ഭയങ്കര ക്രൂക്കഡായിരുന്നു, ക്രിമിനലായിരുന്നു. ഒരു ദിവസം ഇദ്ദേഹം പത്രത്തിലെ ചരമക്കോളം നോക്കിയപ്പം 4 ദിവസം മുമ്പ് ഇദ്ദേഹത്തിന്റെ സഹോദരൻ മരിച്ചിരുന്നു. പക്ഷെ പത്രക്കാർ, അന്നത്തെ കാലമല്ലേ, പത്രം എഴുതി വെച്ചത് മരണത്തിന്റെ വ്യാപാരി, ഡൈനമിറ്റ് കണ്ടുപിടിച്ച നോബൽ അന്തരിച്ചു എന്നാണ്. രാവിലെ കാപ്പിയും കുടിച്ചുകൊണ്ടിരുന്ന് പത്രം വായിച്ചതാ. മരിച്ചു കഴിഞ്ഞാൽ ഇയാളെക്കുറിച്ച് എഴുതിയത് ഇങ്ങനെയാണ്: മരിച്ചിട്ടില്ല, തെറ്റടിച്ചു വന്നതാണ്, മരണത്തിന്റെ വ്യാപാരി. ആ ഇരിപ്പിൽ നോബൽ നന്നായി, ആ മനുഷ്യൻ നന്നായി, സർവ്വതും തൻ്റെ ജീവിതം വഴിമാറ്റി എഴുതി. അങ്ങനെയാണ് അദ്ദേഹം ലോകത്തെ ഏറ്റവും സമാധാനപ്രിയനായി മാറിയത്. സമാധാനത്തിൻ്റെയും എല്ലാത്തിൻ്റെയും പരമോന്നത പദമായി നോബലായി മാറിയത്. ഞാൻ പറഞ്ഞത് അക്ബറെ കുറിച്ച്, അശോകനെ കുറിച്ച്, നോബൽ എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച്. ഐൻസ്റ്റീൻ ഇതുപോലെയായിരുന്നു. അണുബോംബ് കണ്ടുപിടിച്ച ആളാണ്. അണുബോംബ് ഉണ്ടാക്കാനുള്ള E=mc² കണ്ടുപിടിച്ച ആളാണ്. പക്ഷെ പിന്നീട് അദ്ദേഹം വലിയ സമാധാനപ്രിയനായി. 1904 വെറും മോഹൻദാസ് ആയിരുന്ന മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിലെ ഡർബൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൂകിപ്പായുന്ന ഒരു തീവണ്ടിയുടെ ആ സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ ഒരു രാത്രി യാത്ര ചെയ്യുമ്പോൾ അൺടു ദ ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകവും ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്ന് പറയുന്ന ബൈബിളിനെ കുറിച്ചുള്ള ഒരു പുസ്തകം ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ മോഹൻദാസ് ഗാന്ധിയായിട്ട് മാറി, നിലപാട് മുഴുവൻ മാറി. കൽക്കത്തയിലെ ഹൗറ പാലത്തിൽ കൂടെ കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്ന ഒരു തീവണ്ടിയുടെ 3ാം ക്ലാസ്സിലെ കമ്പാർട്ട്മെന്റിലെ ജനലുകൾക്കിടയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്ന ഒരു 30 കഴിഞ്ഞ പെൺകുട്ടി താഴെ കൊൽക്കത്തയിലെ തെരുവുകളിലെ കുഷ്ഠരോഗികളെയും ഭാരപ്പെടുന്നവരെയും കണ്ട് ആ യാത്ര അവസാനിച്ചപ്പോൾ ആഗ്നസ് എന്ന് പറയുന്ന 30 കഴിഞ്ഞ പെൺകുട്ടി തെരേസയായി മാറുകയായിരുന്നു, മദർ തെരേസയായി മാറുകയായിരുന്നു.
നല്ല മനുഷ്യരാകുക, ഒരു മാറ്റം ഉണ്ടാകുക. എല്ലാ ആത്മീക വേദികളുടെയും, എല്ലാ സപ്താഹ വേദികളുടെയും, എല്ലാ നവാഹ വേദികളുടെയും, എല്ലാ ആത്മാഘോഷങ്ങളുടെയും അനുഭവം അത് തന്നെയാണ്. കുറെ കൂടെ നല്ല മനുഷ്യരാകുക. ഞാൻ ആദ്യം പറഞ്ഞ കൂടെ കൂടെ അങ്ങ് പറയുകയാണ് കേട്ടോ. ഇത് 9 ദിവസം കൊണ്ട് അവസാനിക്കുമെന്ന് നിങ്ങൾക്ക് കരുതിയെങ്കിൽ തെറ്റി. അല്ല തിരുമേനി, ഇതിങ്ങനെ പടർന്നൊരു പളുങ്ക് പാത്രം പോലെ, ഒരു പളുങ്കുകൾ ചിതറി വീഴുന്നത് പോലെ, സ്വർഗീയ പ്രഭ ചാരുതയോടെ തെന്നി വീശുന്നത് പോലെ നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക്. അപ്പം നമ്മളിപ്പോൾ ഇരിക്കുന്നവരെ കണ്ടാൽ ഗാന്ധാരിയുടെ വകയിലെ ചേച്ചിയുടെ മോളാണെന്നാണ് തോന്നുക. അത്രയും ഭക്തിയിലാണ് ഇരിക്കുന്നത്. പക്ഷെ ഇത് കഴിഞ്ഞ് 9 മണി കഴിയുമ്പോൾ ഏതാണ് ഐറ്റം എന്നുള്ളതാണ്. അപ്പൊ ഇത് രണ്ടും രണ്ടാണ്. മുഖം പത്മദളാകാരം, വാചം ചന്ദനശീതളം, ഹൃദയം വജ്രകഠിനം. അതാണ് നമ്മുടെ സ്വഭാവം. കണ്ടാലൊന്നും ഒരു കുഴപ്പമില്ല, എന്ന ഭക്തിയോടെയൊക്കെയാ. മുഖം പത്മദളാകാരം, താമരയുടെ അഴകാണ്. വാചം ചന്ദനശീതളം, വാക്കുകൾക്ക് എന്നാ തള്ളാണ്. ഇന്നത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ സുഖിപ്പിക്കലിന്റെ പോളിഷ്ഡ് ലാംഗ്വേജ് ആണ്. ഹൃദയം വജ്രഘടനം. കുറെ കൂടെ നല്ല മനുഷ്യരാകും. ഇപ്പൊ ഈ ഒരു അനുഭവം കൊണ്ട് ഈ ദേശത്തിന് തിരുമേനിയൊക്കെ പൊക്കഴിയുമ്പോ, ഒരു പെരുന്നാൾ കഴിയുമ്പോൾ, ഒരു പള്ളിയും പരിസരവും, ഒരു ഉത്സവം കഴിയുമ്പോൾ, ഒരു സ്ഥലം കുറെ കൂടെ ചൈതന്യം ബന്ധങ്ങളിലുണ്ടാകും. ലോകത്തെ ഏറ്റവും സമാധാനവും സന്തോഷവും അനുഭവിച്ച മനുഷ്യര് അവരുടെ ബന്ധങ്ങൾ നന്മയായിരുന്നിടത്താണ്. അതുണ്ടാവുക. ഈ ഇരിക്കുന്ന അമ്മമാർ ഭാര്യമാരാണ്, നിങ്ങൾ ഭർത്താക്കന്മാരാണ്, മക്കളുണ്ട് ഇവിടെ. ഇന്ന് നമ്മുടെ ബന്ധങ്ങളൊക്കെ എങ്ങനെയാണ്? മനുഷ്യന്റെ ബന്ധങ്ങളെ കുറിച്ച് പറയും, നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന പാത്രം പോലെയാണ് ബന്ധങ്ങളെന്ന് എവിടെയോ ഞാൻ വായിച്ചു. എന്താണെന്നറിയാം? പണ്ട് കാലത്ത് മനുഷ്യൻ ഭക്ഷണം കഴിച്ചിരുന്നത് എന്തു പാത്രങ്ങളിലാ? വാഴയിലയില, അല്ലേ? വാഴയിലയുടെ പ്രത്യേകത പച്ചയാണ്. ബന്ധങ്ങളും ഹരിതാഭമായിരുന്നു, പച്ച പിടിച്ച ബന്ധങ്ങൾ. കുറച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യന്റെ ഭക്ഷണം മൺപാത്രങ്ങളിലായി, അല്ലേ? അതിന്റെ പ്രത്യേകത എന്താ? പറയൂ. നിങ്ങൾ ചട്ടിക്കകത്തൊക്കെ കഴിച്ചിട്ടില്ലേ? ഉണ്ടോന്നോ? അപ്പൊ നാട് മുഴുവൻ ഹോട്ടലെല്ലാം ചട്ടിച്ചോറാണ്. ഒരു കാര്യമില്ല. ഇതെപ്പോൾ വേണമെങ്കിലും ഉടഞ്ഞു പോകാം മൺപാത്രങ്ങൾ. ബന്ധങ്ങളെ അങ്ങനെ കരുതിയിരുന്നു. പിന്നീട് ചെമ്പ് പാത്രങ്ങളിലായി മനുഷ്യന്റെ ഭക്ഷണം. എന്താണ് അതിന്റെ പ്രത്യേകത? ചെമ്പ് പാത്രങ്ങളുടെ പ്രത്യേകത എന്നും കഴുകുമെങ്കിലും അതിലെ കാര്യമില്ല, വല്ലപ്പോഴും ഒന്ന് തേച്ച് തിളക്കും, അല്ലേ? ബന്ധങ്ങളും ഇങ്ങനെയായിരുന്നു. ചില കൂടിച്ചേരലുകൾ ഉണ്ടായിരുന്നു. പിന്നീട് സ്റ്റീൽ പാത്രങ്ങളിൽ കഴിച്ചു. എന്താണ് അതിന്റെ പ്രത്യേകത? 4 സ്റ്റീൽ പാത്രം ഒരു വീട്ടിൽ ഒരുമിച്ചെടുത്താൽ എന്തായിരിക്കും അവസ്ഥ? നാട്ടുകാരറിയുന്നുള്ളതാണ്. ഒരു കലപിലയും കലഹവും ഉണ്ടാവും. മനുഷ്യബന്ധങ്ങളിൽ ഈ കലഹവും കലപിലയും വർദ്ധിച്ചു. ഇപ്പം നമുക്ക് എവിടെ പോയാലും ഏത് പ്ലേറ്റാണ് ഇഷ്ടം? ഡിസ്പോസിബിൾ ആണ്. ഉപയോഗിക്കുക, കളയുക. ബന്ധങ്ങളിങ്ങനെ വാഴയിലയിൽ തുടങ്ങി മൺപാത്രങ്ങളിലൂടെ, ചെമ്പ് പാത്രങ്ങളിലൂടെ, സ്റ്റീൽ പാത്രങ്ങളിലൂടെ, ഡിസ്പോസിബിൾ പ്ലേറ്റിലെത്തി നിൽക്കുമ്പോൾ എന്നെ കേൾക്കുന്ന സ്നേഹിതര് ചിന്തിച്ചോണ്ടാ മതി നമ്മുടെ ബന്ധങ്ങൾ. രത്നാകരൻ പണ്ട് പാടിയില്ലേ, വാൽമീകി ആകുന്നതിന് മുമ്പല്ലേ, ആയുസ് പോകുന്നത് ഏതും അറിയില്ല മായാസമുദ്രത്തിൽ. ബാക്കി നിങ്ങൾ പാടുമെന്ന് എൻ്റെ പ്രതീക്ഷ. മുങ്ങിക്കിടപ്പൂ ഞാൻ. നമ്മളിങ്ങനെ വല്ലാത്തൊരു മായിക ലോകത്താണ്. ആയുസ് പോകുന്നത് ഏതും അറിയില്ല മായാസമുദ്രത്തിൽ മുങ്ങിക്കിടപ്പൂ ഞാൻ. ഒരുമാതിരി മായിക ലോകത്താണ്. നമ്മുടെ വീടുകളിലൊക്കെ പ്രാചീന മനുഷ്യരെ പോലെ നമ്മുടെ മക്കളിന്ന്. നമ്മുടെ വീടുകളൊക്കെ ഗുഹകളാണ്. പണ്ട് മനുഷ്യൻ താമസിച്ചിരുന്നത് ഗുഹകളിലാണ്. ഇന്ന് ഓരോ മുറിയും ഓരോ ഗുഹയാണെന്ന് ഞാൻ പറയും. നമ്മൾ ഓരോ പിള്ളേർക്ക്, നമ്മുടെ പിള്ളേർക്ക് ഓരോ മുറി കൊടുത്തിരിക്കുകയാണ്, ഓരോ ഗുഹയാണ്. അവൻ അതിനകത്ത് അറ്റാച്ച്ഡ് ആണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒന്നിനും അവന് പുറത്തു വരേണ്ട കാര്യമില്ല, ഇവക്ക് പുറത്തു വരേണ്ട കാര്യമില്ല. അവൻ്റെ മൊബൈലും അവൻ്റെ പുതപ്പും അവൻ്റെ ലാപ്ടോപ്പും അവൻ്റെ ക്ലോസറ്റും അവൻ്റെ തുണിയും എല്ലായിട്ട് അതിനകത്ത് അവനുണ്ട്. പിന്നെ ഇര വിഴുങ്ങാൻ വേണ്ടി മാത്രം ഡൈനിങ് ടേബിൾ വരെ വരും. ഇര വിഴുങ്ങിയിട്ട് വീണ്ടും ഇര തേടി വന്നിട്ട് വീണ്ടും ഇര വിഴുങ്ങിയിട്ട്
അവൻ്റെ ഗുഹയിലേക്ക് പോകും. നിങ്ങളുടെ വീടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, എൻ്റെ വീടിനെ കുറിച്ചാണ് ഞാൻ പറയണത്. മനുഷ്യന്റെ ബന്ധങ്ങളിലൊക്കെ ഇങ്ങനെ വല്ലാത്തൊരു മായിക ലോകത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ പാതിരാവിലും കെട്ടുപോകാത്തൊരു നീല വെളിച്ചം അവന്റെ ശിരസിന്റെ മീതെ ഇതിനെ മാത്രം ഇങ്ങനെ ജീവിക്കുമ്പോൾ രത്നാകരൻ പാടിയത് ഇന്ന് സത്യമാണ്. ആയുസ് പോകുന്നത് ഏതും അറിയില്ല മായാസമുദ്രത്തിൽ. നമ്മൾ ഈ നവാഹമൊക്കെ നടത്തുന്നു, നമ്മൾ ഈ പ്രഭയിലൊക്കെ ഇരിക്കുന്നു. പക്ഷെ നമ്മൾ ഇപ്പോഴും ഏത് നൂറ്റാണ്ടിനെയാണ് ഇഷ്ടപ്പെടുന്നതെന്നറിയാം? 14-ാം നൂറ്റാണ്ട്. ഈ 14-ാം നൂറ്റാണ്ടിന്റെ പ്രത്യേകത എന്തെന്നറിയാം? ഒരു വലിയ മതമുണ്ടായ നൂറ്റാണ്ടാണ് 14-ാം നൂറ്റാണ്ട്. ചാർവാക മതം എന്ന് പറയും. ഇന്ത്യയിൽ തന്നെയാണ്. കേട്ടിട്ടുണ്ടോ? ഈ ചാർവാക മതം എന്ന് പറഞ്ഞാൽ, ചാർവാകന്റെ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ദൈവം ഇല്ല, ഈശ്വരനില്ല, അങ്ങനൊരു പാർട്ടിയേ ഇല്ല. അതുകൊണ്ട് അദ്ദേഹം പറയും യാവേദ് ജീവേത് സുഖം ജീവേത് എന്ന് പറഞ്ഞാൽ എത്ര കാലം ജീവിച്ചാലും സുഖമായി ജീവിക്കുക. യാവേദ് ജീവേത് സുഖം ജീവേത്. നമ്മുടെ സിദ്ധാന്തം അതാണ്. പരമാവധി അടിച്ചു പൊളിക്കുക, ഇന്ന് കിട്ടണത് ഇന്ന് വൈകിട്ട് തന്നെ തീർക്കുക. 14-ാം നൂറ്റാണ്ടാ. ചാർവാകൻ പറഞ്ഞു എത്ര കാലം ജീവിച്ചാലും സുഖമായി ജീവിക്കാം. ഋതം കൃത്വ കൃതം ജീവേത്. കടം വാങ്ങിച്ചാലും നെയ്യ് കൂട്ടി കഴിച്ചോണം. ഈ നെയ്യ് എന്ന് പറഞ്ഞാൽ അന്നത്തെ അല്ല, പട്ടിണിയുടെ കാലത്തായി ഇത് പറഞ്ഞേക്കണേ. നീ കടം വാങ്ങിച്ചാൽ പോലും നെയ്യ് കൂട്ടി കഴിച്ചോണം, സുഖിച്ചോണം. ഇത് ഇന്ന് നമ്മുടെ ജീവിതമാണ്. എങ്ങനെയും സുഖിക്കണം, എങ്ങനെ ഇന്നത്തെ കാര്യം ഗുണം. പിള്ളേര് ജീവിച്ചാലും ഭാര്യ ജീവിച്ചാലും വീട് പുലർന്നാലും വേണ്ടില്ല, എൻ്റെ കാര്യവും എൻ്റെ സന്തോഷവും എൻ്റെ ലഹരിയും ഇന്ന്. അങ്ങനെയുള്ള പാർട്ടികളൊക്കെ താഴ്ത്തുകളൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ പേര് ചേരും, ചാർവാകൻ. ഫുൾ ടൈം അങ്ങനെ നടക്കുന്നവരുണ്ടെങ്കിൽ ആ പേരിടാം, അല്ല തിരുമേനി. യാവേദ് ജീവേത് സുഖം ജീവേത് ഋതം കൃത്വ കൃതം ജീവേത്. കടം വാങ്ങിച്ചാൽ നെയ്യ് കൂട്ടിക്കഴിക്കുക. കാരണം ഭസ്മീഭൂതസ്യ ദേഹസ്യ, പഞ്ചഭൂതങ്ങളാകുന്ന ശരീരമൊക്കെ ഭസ്മമാകേണ്ടതാണ്. ഞാൻ എവിടെയോ വായിച്ചു, ഈ ഇരിക്കുന്ന നമ്മളുണ്ടല്ലോ, മരിച്ചു കഴിഞ്ഞ് സംസ്കരിക്കുകയാണെങ്കിൽ അത് ആക്യുറേറ്റ് ആയിരിക്കണമെന്നില്ല, 54 ഗ്രാം ചാരമാണെന്ന് എവിടെയോ വായിച്ചു. എത്രമാത്രം വാസ്തവം ഉണ്ടെന്നും എത്രമാത്രം സയന്റിഫിക് ആണെന്നും എനിക്കറിയത്തില്ല. 54 ഗ്രാം, 54 grams of ash ഭസ്മീഭൂതസ്യ ദേഹസ്യ. അതുകൊണ്ട് എങ്ങനെ ഈ സുഖിച്ച് ജീവിക്കുക, എങ്ങനെ ഈ നാളുകൾ നോക്കുക. പള്ളിയും വേണ്ട, അമ്പലവും വേണ്ട, ദൈവവും വേണ്ട, സുഖിക്കുക. അപ്പൊ നമുക്കറിയാലോ, ഇതിവിടെ ഇത്രയും പേര് കേൾക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇതിന് രാത്രിയിൽ മറ്റു പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ ഇതിൽ കൂടുതൽ ആളുണ്ടാവില്ലേ? ആത്മീക അനുഭവങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ ഇഷ്ടം വിനോദത്തെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈശ്വര സാക്ഷാത്കാരത്തിന്റെ അവസാന പടി ആത്മനിവേദനമാണ്. ഇതിന് കൊടിയിറങ്ങുമ്പോൾ ഈ 9ാമത്തെ പടിയുടെ അടുത്തെങ്ങാനും പറ്റുമോ? വേണ്ട. 8ാമത്തെ പടി പറ്റുമോ? സഖ്യം. നാം വിളിക്കുന്ന ഈശ്വരനുമായിട്ട് കലർപ്പില്ലാതെ ചേർന്ന് നിൽക്കാൻ ഒക്കുമോ? പറ്റത്തില്ല. നമ്മുടെ ജീവിതം ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുക, നമ്മുടെ ജീവിതം ഇങ്ങനെ ചെറുതായിക്കൊണ്ടിരിക്കുക. ഒരു നവാഹത്തിന് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു, ഈ ഒരു വേദിയിൽ അതിഥിയായി ഞാൻ വന്നു. എനിക്ക് തന്ന ഒരു സമയത്തിൽ ഞാൻ നിർത്തിക്കൊള്ളാം. നമ്മുടെ ജീവിതത്തെ ചെറുതാക്കുന്ന പിച്ചാത്തി എന്താണ്? നിങ്ങളൊന്നും ഉത്തരം പറഞ്ഞില്ല. എന്തെങ്കിലും പറയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നമ്മുടെ ജീവിതത്തെ ചെറുതാക്കുന്ന പിച്ചാത്തി എന്താണ്? നമ്മുടെ ജീവിതത്തെ മുറിക്കുന്ന ഒരു പിച്ചാത്തി ഇപ്പം ഇവിടെയുണ്ട്. അപ്പം നിങ്ങൾ ചിന്തിക്കും, ഈ ക്ഷേത്രത്തിൻ്റെ കെട്ടിനുള്ളിലോ നിങ്ങളുടെ കയ്യിലുണ്ട് ഇപ്പം ആ പിച്ചാത്തി? സന്തോഷം, ഒരു ഉത്തരം പറഞ്ഞൊരു സന്തോഷം. നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ ചെറുതാക്കുന്ന 3 പിച്ചാത്തി നിങ്ങളുടെ കയ്യിലുണ്ട് ഇപ്പൊ. ഏതാണ് ആ പിച്ചാത്തി? 3 കത്തി. എന്താണ്? ചുമരിൽ ഒരു ഘടികാരം തൻ സൂചിയിളക്കിക്കൊണ്ടു പറഞ്ഞു,
ചുമരിൽ ഒരു ഘടികാരം തൻ സൂചി ഇളക്കിക്കൊണ്ടു പറഞ്ഞു, മനുഷ്യാ നിൻ ജീവിത സമയം ചെത്തിമിനുക്കുന്നു, നിന്നുടെ മരണത്തിൻ സമയമളന്നു കുറിക്കുകയല്ലോ ഞാൻ. വല്ലതും മനസ്സിലായോ? മനസ്സിലായോ? ഏതാണ് പിച്ചാത്തി? ഘടികാരത്തിന്റെ സൂചിയാണ്. ചുമരിൽ ഒരു ഘടികാരം തൻ സൂചി ഇളക്കിക്കൊണ്ടു പറഞ്ഞു. ക്ലോക്കിലോട്ട് നോക്ക്, അല്ലെങ്കിൽ വാച്ച് കെട്ടിയിരിക്കുന്നവരിപ്പോ വാച്ചിലോട്ട് നോക്ക്. ആ വാച്ചിന്റെ സൂചി താങ്കളോട് പറയുകയാണ്, ഡോ മനുഷ്യ, ഡോ മനുഷ്യ, നിൻ ജീവിത സമയം ചെത്തിമിനുക്കുന്നു. നിന്റെ ജീവിതത്തിന്റെ സമയം കുറച്ചുകൊണ്ടിരിക്കുക ഞാൻ. നിന്നുടെ മരണത്തിൻ സമയമളന്നു കുറിക്കുകയല്ലോ ഞാൻ. നിന്റെ ജീവിതത്തിന്റെ സമയം എങ്ങനെ ചെറുതാക്കിക്കൊണ്ടിരിക്കുക ഞാൻ. അപ്പൊ ജീവിതം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. നമ്മുടെ ഈശ്വരാന്വേഷണത്തിന്റെ പടികൾ മുന്നോട്ട് പോകും. നമ്മുടെ ജീവിതമൊക്കെ എന്നും ചോദ്യങ്ങൾ. ഇവിടെ ഇരിക്കുന്ന ഒരു ടെൻഷൻ ഇല്ലാത്തൊരു വല്ലതും ഉണ്ട്? ഇതെത്രാം ദിവസമാണ്? 7. അതിന് 2 ദിവസമൂടെ ഉള്ളൂ. ഞാൻ പറഞ്ഞ 9 പടി അനുസരിച്ചാണെങ്കിൽ സഖ്യത്തിന്റെ സമയമായി. ദാസ്യം കഴിഞ്ഞ് സഖ്യത്തിന്റെ സമയമായി. ടെൻഷൻ ഇല്ലാത്തവർ വല്ലതും ഇവിടെ ഉണ്ടോ? കൈവക്കാം. ടെൻഷൻ ഇല്ലാത്തവർ ഒരാളുണ്ട്. എനിക്കറിയാവുന്ന ഏറ്റവും അടുത്ത ചേച്ചിയാണ്. നമ്മളിങ്ങനെ ഒത്തിരി ടെൻഷനിലും ചോദ്യങ്ങളുടെ ഇടയിലും ഒക്കെ ഒരു 10 വയസ്സ് വരെ ഒരു കുഞ്ഞിനോട് ചോദിക്കുന്നത് എന്താ? ആര് കണ്ടാലും ചോദിക്കും, എത്ര വയസ്സായി? അല്ലേ? കൊച്ചുങ്ങൾ എത്ര വയസ്സായി? ഒരു 20 വയസ്സ് വരെ, 10 കഴിഞ്ഞാൽ ഒരു 20 വയസ്സ് വരെ. ഇനിയിപ്പം റിസൾട്ടൊക്കെ വരുമല്ലോ. എത്ര മാർക്കുണ്ട്? എത്ര മാർക്കുണ്ട്? എത്ര A+ ഉണ്ട്? എത്ര A+ ഉണ്ട്? 20 കഴിഞ്ഞാൽ 30 വയസ്സ് വരെ ഒരു ചെറിയ ജോലിയൊക്കെ ആവും. തട്ടിക്കൂട്ടി എത്ര ശമ്പളം കിട്ടും? എത്ര കിട്ടും? എത്ര എത്ര 30 കഴിഞ്ഞാൽ കല്യാണവും കഴിച്ചു. പിള്ളേരെത്ര? 40 വരെ. 40 കഴിഞ്ഞാലോ വീടൊക്കെ വെക്കണം. വല്ല സമ്പാദിച്ചിട്ടുണ്ടോ? വല്ല ഫിക്സഡ് ഇട്ടിട്ടുണ്ടോ? സമ്പാദ്യം എത്ര? 50 കഴിഞ്ഞാലോ നിങ്ങൾക്ക് വിട്ടിരിക്കുക. ഇതുവരെ ഞാനാ പറഞ്ഞത്. 50 കഴിഞ്ഞാലും ഇവിടെ ഇരിപ്പുണ്ട്. അത് പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഷുഗർ എത്ര? BP എത്ര? അല്ലേ? കറക്റ്റ് അല്ലേ? ആണല്ലോ. BP എത്ര? ഷുഗർ എത്ര? 60 കഴിഞ്ഞാലോ? നമ്മുടെ സർക്കാർ എല്ലാവർക്കും പെൻഷൻ കൊടുക്കുന്ന കാലമാണ്. പെൻഷൻ എത്ര? അല്ലേ? ഏതാ കിട്ടുന്നത്? ഏതാ ഭേദം? വിധവാ പെൻഷനാണോ? 70 കഴിഞ്ഞാൽ പിന്നെ ഒരു ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഇനി എത്ര? അപ്പൊ ജീവിതം ഇങ്ങനെ 1 വയസ്സ് മുതൽ, അല്ലെങ്കിൽ പിറന്നു വീട് നാള് മുതൽ ചുടലപ്പറമ്പിലേക്ക് എടുക്കുന്നത് വരെ മുഴുവൻ നമ്മളിനി ചോദ്യങ്ങളില്ല. ഉത്തരം പറഞ്ഞ് മടുക്കുകയാണ്. അല്ലേ? ഒത്തിരി ചോദ്യങ്ങളിലും ഒത്തിരി സമ്മർദ്ദങ്ങളിലുമൊക്കെ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ആത്മീക കർമ്മങ്ങൾ നമുക്ക് ഒരു തേജസ്സും നമുക്കൊരു പ്രഭയും ഒക്കെ തരേണ്ടത്. പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്നവരെ, ഒരു വല്ലാത്ത, ഞാൻ പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞാലും ആ ഭവിഷ്യൽ പർവ്വത്തിന്റെ തർജ്ജിമ എവിടെങ്കിലും കിട്ടുമെങ്കിലും ഒന്ന് വായിച്ചു നോക്കണം. എന്നിട്ട് ഞാൻ പറഞ്ഞ സത്യമാണോ എന്ന് പറയണം. അങ്ങനെ ഒരു കറുത്ത, ഇത് നമുക്കറിയാലോ, ഈ ആശയമാണോ ആമാശയമാണോ വലുത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കരുത്. ആശയമാണോ ആമാശയമാണോ വലുത്? ആശയമാണ്. ഇപ്പോൾ ഒരു 9 മണി കഴിഞ്ഞാലോ ഇവിടെ അന്നദാനം ഉണ്ടല്ലോ, ഒരു കുറവില്ല, 3 നേരം ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഉച്ചയ്ക്ക് ഒരു 12:30 കഴിഞ്ഞാലും ആശയമാണോ ആമാശയമാണോ വലുത്? തിരുമേനി കുറച്ചുകൂടെ പറഞ്ഞു തീർക്കാനുണ്ട്. തിരുമേനി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആ ശ്ലോകത്തിന്റെ സമ്പൂർണതയിലേക്ക് വന്നിട്ടില്ല. 5 മിനിറ്റൂടെ വ്യാഖ്യാനമുണ്ട്. 12:45 കഴിഞ്ഞു, 1 മണി കഴിഞ്ഞു. ആശയമാണോ ആമാശയമാണോ വലുത്? അവിടെയാണ് നമ്മുടെ ഇത് 2 സ്വഭാവം ഉണ്ട് നമ്മൾ പറയുന്നതാണ്. നമ്മൾ ഈ ആത്മീക പ്രഭയിൽ 9 നവാഹ എന്ന് പറയുമ്പോൾ ഇത് കഴിഞ്ഞങ്ങോട്ട് തുടരുമോ? ഇത് വല്ലാത്ത കാലത്തിൽ കൂടെ പോകുമ്പോൾ പ്രാർത്ഥിക്കുക, ഉണർന്നിരിക്കുക. ബൈബിൾ പറയുന്നൊരു കാര്യമാണ്, അന്ത്യകാലത്തിൽ സൂക്ഷ്മതയോടെ ഇരിക്കുക, അരകെട്ടിയിരിക്കുക, വിളക്ക് കത്തിയിരിക്കുക,
പ്രാർത്ഥിക്കുക, ഉണർന്നിരിക്കുക. എല്ലാ പാപത്തെയും കുടഞ്ഞു കളയുക. ജഗാരോ ജന്മവിച്ഛേദ പകാരോ പാപനാശക. എല്ലാ പാപത്തെയും കുടഞ്ഞു കളഞ്ഞ് ഒരുങ്ങിയിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുക. ഞാൻ ഏതാണ്ട് അവസാനിപ്പിക്കുകയാണ്, ഒത്തിരി നീണ്ടുപോകുന്നില്ല. നമ്മുടെ മനസ്സിന് മാറ്റം ഉണ്ടാകണം. മനോഹരമായ ഇല്യൂമിനേഷൻ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ കണ്ണിന് സുഖമാണ് ഈ ആത്മീക അന്തരീക്ഷത്തിൽ, അല്ലേ? നല്ല മേളക്കൊഴുപ്പുകളും മേളങ്ങളും ഒക്കെ ഉണ്ട്, പാട്ടും നൃത്തവും. ഇതൊക്കെ കാതിന് സുഖമാണ്. അന്നദാനത്തിൻ്റെ രുചിക്കൂട്ടുകളിൽ നാവിനും സുഖമുണ്ട്. പക്ഷെ ഒക്കെ കഴിയുമ്പോൾ, ഈ പന്തലഴിയുമ്പോൾ ആത്മാവിനെന്ത് പ്രകാശം. ഒരു പെരുന്നാൾ കഴിയുമ്പോൾ ഒരു പള്ളിയിൽ ആത്മാവിനെന്ത് വെട്ടം. വിക്ടർ ഹ്യൂഗോ പറഞ്ഞിട്ടുണ്ട്, പഴയ ചിന്തകനാണ്, ഈ ലോകത്ത് പട്ടിണി കിടന്ന് മരിച്ച ശരീരത്തേക്കാൾ ഭീകരമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നു മാത്രമാണ്, വെട്ടം കയറാത്ത ആത്മാവ്. അപ്പൊ ഈ പ്രകാശമൊക്കെ നമ്മളോട് പറയുന്നത് അതാണ്. ഒരു ദേവാലയം പെരുന്നാളിനും അണിയിച്ചൊരുക്കുമ്പോൾ, ഒരു റാസയ്ക്ക് ഒരുക്കുമ്പോൾ, ഒരു ഉത്സവം എന്ന വാക്ക് തന്നെ എന്താ, അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? ഉത്സവം, ഉത്ത്, ചൈതന്യം, സവം പുറപ്പെടുവിക്കുന്നത്, ചൈതന്യം പുറപ്പെടുവിക്കുന്നത്. എവിടെ? മരത്തേലും പോസ്റ്റേലും കിട്ടുന്ന ട്യൂബിൽ കൂടുള്ള വെട്ടമല്ല, ആത്മാവിൻ്റെ പ്രകാശം. മനുഷ്യ മനസ്സ് 2 ക്ഷേത്രമാണ്. അവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക, അവിടെ തുടങ്ങിയത്. ഒരേ സമയം ഇത് കുരുക്ഷേത്രവുമാണ് ധർമ്മക്ഷേത്രവുമാണ്, അല്ലേ? ഒരേ സമയം ഇത് കുരുക്ഷേത്രവുമാണ് കുരുക്ഷേത്രം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരുപാട് അടി യുദ്ധമൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ പകയ്ക്കോ ഹിംസയ്ക്കോ വൈരാഗ്യത്തിനോ വിദ്വേഷത്തിനോ യാതൊരു കുറവും ഇല്ല. ഇപ്പൊ ഈ നവാഹം അല്ലെങ്കിൽ ഒരു ആത്മീക അനുഭവം കഴിയുമ്പോൾ നമ്മൾ കുറേ നാളുകൊണ്ട് മിണ്ടാത്ത ഒരാളോട് അങ്ങോട്ട് കയറി മിണ്ടുമെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് ഗുണം ഉണ്ടായിട്ടുള്ളൂ. ഇത്രയൊന്നും കയറി പറയരുത്, അച്ഛനെ ഞങ്ങളൊന്ന് വിളിച്ചു എന്നുള്ളതേ ഉള്ളൂ, എന്തെങ്കിലും വളരെ മൈൽഡായിട്ട് പറഞ്ഞിട്ട് പൊക്കോ. എന്താ കുരുക്ഷേത്ര? മനുഷ്യ മനസ്സിലെ മലിന വികാരങ്ങളാണ് ദുര്യോധനാദികൾ, അല്ലേ? അതൊക്കെ സ്വാഭാവിക ചിന്തകളാണ്. വിമല വികാരങ്ങളാണ് പാണ്ഡവാദികൾ, അല്ലേ? അപ്പൊ ഈ കുരുക്ഷേത്രമാകുന്ന മലിന വികാരങ്ങളെ, ദുര്യോധനാദികളെ കഴുകിയെടുത്ത് വിമല വികാരങ്ങളാകുന്ന പാണ്ഡവാദികളെ കുടിയിരുത്തുമ്പോൾ ലോകത്തെ ഏറ്റവും വൃത്തികെട്ട ജീവി അതാണ്. ലോകത്തെ ഏറ്റവും വൃത്തികെട്ട ജീവി. എന്തിനാ നിങ്ങൾ ഇവിടെ ഇരുന്ന് ആമസോൺ വനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്? ഗുജറാത്തിലെ ഗീർ വനങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത്? അവിടെ ഒന്നുമുള്ള മൃഗമൊന്നുമല്ല. സത്യധർമാദി വെടിഞ്ഞീടിന പുരുഷനെ ക്രുദ്ധനാം സർപ്പത്തെക്കാൾ എത്രയും പേടിക്കണം. സത്യധർമാദി വെടിഞ്ഞീടിന പുരുഷനെ ക്രുദ്ധനാം സർപ്പത്തെക്കാൾ എത്രയും പേടിക്കണം. ലോകത്തെ ഏറ്റവും വൃത്തികെട്ട ജീവിയത കേട്ടില്ല? എനിക്ക് 8:15 നടത്തണം, 8:10 നടത്തണം. ഇനി പറയും, ഞാൻ ആ ശ്ലോകം ചൊല്ലിക്കഴിയുമ്പോൾ നിങ്ങൾ പറയേണ്ടതാണ്. ആരാണ്? മനുഷ്യൻ. ഒരാൺതരി മാത്രമേ മുന്നിൽ അവൻ ഇരിപ്പുള്ളൂ. അവനാണ് എനിക്ക് എല്ലാ ഉത്തരവും തന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനാണ്. പാമ്പിനേക്കാൾ പേടിക്കേണ്ട ഇനമാണേത്. ആര്? മനുഷ്യൻ. അപ്പൊ ഈ കുരുക്ഷേത്രം ധർമ്മക്ഷേത്രമാകുമ്പോഴാണ് ഈ പന്തലഴിയുന്നതിൻ്റെ പ്രഭ ജീവിതങ്ങളിലേക്കൊരു നാട്ടിലേക്ക് പകരുക. അപ്പൊ നമ്മുടെ ജീവിതമൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ ഒരിക്കൽ മരിക്കും. ഈ ചൈതന്യമൊക്കെ ആത്മാവിൻ്റെ ഉണ്മയായി നിലനിൽക്കുമോ? നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കണ്ടുമുട്ടുന്ന 10,000-ങ്ങളല്ല, നമ്മുടെ മരണത്തിന് സാക്ഷിയാകുന്ന 2-3 പേരിലാണ് നാം ഭാഗ്യവാന്മാരാണോ എന്ന് പറയാനുള്ള അവകാശം. എത്ര പേര് അതിനെക്കുറിച്ചൊന്നും ധ്യാനിക്കുന്നു എനിക്കറിയാൻ പാടില്ല. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ 10,000-ങ്ങളെ കണ്ടുമുട്ടി വർത്താനം പറയുന്നുണ്ട്, നമ്മുടെ വിജയ കണക്കുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവർക്കാർക്കുമല്ല. ശാന്തമായി മരിക്കുന്ന നിമിഷങ്ങളിൽ നമ്മുടെ മരണത്തിന് സാക്ഷിയാകുന്ന 2-3 പേരിലാണ് നീ ഭാഗ്യവാനാണോ നിർഭാഗ്യവാനാണോ എന്ന് പറയാനുള്ള അവകാശം. സമ്പത്ത് കൊണ്ടെല്ലാം നേടാമായിരുന്നെങ്കിലേ 14,500 കോടി ആസ്തിയുള്ള ബിൽ ഗേറ്റ്സ് അറിയാമല്ലോ. ഇപ്പൊ താഴത്തുള്ള അയൽവക്കത്ത് അറിയത്തില്ലെങ്കിലും ബിൽ ഗേറ്റ്സിനെയൊക്കെ അറിയാം, കാരണം നമ്മളിതൊക്കെ ഉപയോഗിക്കുന്ന ആളായിട്ട്.
14,500 കോടി രൂപ ആസ്തിയുള്ള ബിൽഗേറ്റ്സും ഭാര്യ മെലിൻഡയും ഡിവോഴ്സായി. പണത്തിന്റെ പ്രശ്നമാണോ? എവിടെയോ ഒരു ആത്മാവിലെ വെട്ടത്തിന്റെ കുറവാണ്. ആമസോൺ, ഇന്ന് എല്ലാവരും ചിന്തിക്കുന്ന ആമസോൺ ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റാണ്. അതിന്റെ സ്ഥാപകൻ ജെഫ് ബോസ് എന്ന് പറയുന്ന ആളാണ്. പുള്ളി ഡിവോഴ്സായി. സാമ്പത്തികമല്ല, സമ്പത്തല്ല. എന്നാൽ ഇതിവിടെ ആരുടെയെങ്കിലുമൊക്കെ കയ്യിൽ ഈ ആപ്പിളിന്റെ മൊബൈൽ കാണും അല്ലേ? ഒത്തിരി പേരുടെ കാണും. ഈ ആപ്പിൾ മൊബൈൽ കമ്പനിയുടെ സ്ഥാപകൻ സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടതാണ്. എനിക്കൊത്തിരി തിരക്കുള്ള ആളാണ്, ഞാനൊരു ബിസിനസ്മാനാണ്. പക്ഷേ വൈകിട്ട് 7 മുതൽ 9 വരെ എൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും ഒരുമിച്ചായിരിക്കാനും വേണ്ടി ഞാൻ എൻ്റെ മൊബൈൽ ഓഫ് ചെയ്യും. ആപ്പിൾ മൊബൈൽ കമ്പനിയുടെ സ്ഥാപകനാണ്. ഇവിടെ ഇരട്ടപ്പിള്ളേരെ മുല കുടിപ്പിക്കുന്ന പോലെ 2 പോക്കലിലും ഇതുമായിട്ടാണ് വന്ന് കയറുന്നത്. ഈ വരവ് കണ്ടാൽ തോന്നും അടുത്ത ബഡ്ജറ്റിന്റെ കരട് ഉണ്ടാക്കേണ്ടത്, ഭാരതത്തിന്റെ ബഡ്ജറ്റ് ഉണ്ടാക്കേണ്ട കരട് ഈ പുള്ളിക്കാണ്. താത്തു വെക്കാൻ നമുക്ക് സമയമില്ല, ഒന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ല, സ്വസ്ഥമായി ഒന്ന് കരങ്ങൾ കൂപ്പി സർവശക്തനായ പരാശക്തിയുടെ മുമ്പിൽ, പ്രപഞ്ചനാഥന് മുമ്പിൽ ഇരിക്കാൻ സമയമില്ല. മനുഷ്യ ജീവിതം ഇങ്ങനെ കുരുക്ഷേത്രമായി വളർന്നുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ജീവിതം ഇങ്ങനെ കടന്നു പോകുന്നതിന്റെ മധ്യത്തിൽ, ഈ ഇരുട്ടുമൂടിയ കാലഘട്ടത്തിൽ, ഈ ചുറ്റും കത്തി നിൽക്കുന്ന വർണ്ണവിളക്കുകളെ പോലെ ഒരിത്തിരി പ്രഭ ചങ്കന്റെ ഉള്ളിലേക്ക് വന്നു വീഴട്ടെ. എല്ലാ നന്മകളും നേരുന്നു. അപ്പം ഞാൻ പറഞ്ഞു തുടങ്ങിയത്, എന്തിനാണ് ഇവിടെ ഈ സ്ഥലം ക്ഷയാതിത്രായത്? ഇത് ദേഹം തന്നെയാണല്ലേ, മനസ്സ് തന്നെ 2 ക്ഷേത്രമാണ്, കുരുക്ഷേത്രവും ധർമ്മക്ഷേത്രവും. എന്തിനാണിത് കേൾക്കുന്നത്? ഈ വാക്കുകളാണ് നമ്മെ രക്ഷിക്കാൻ പോകുന്നത്. ബൃഹദാരണ്യകം പറയുന്നത് അതാണ്. ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ജീവിതം ചെറുതായിക്കൊണ്ടിരിക്കുന്ന അധർമ്മത്തിന്റെ അന്ത്യകാലത്തിൽ, കലികാലത്തിൽ, ഭവിഷ്യൽ പർവം പറയുന്നത് പോലെ എല്ലാ ലക്ഷണങ്ങളും ഒരുമിച്ച് വീഴുന്ന മനുഷ്യൻ ഹേമന്ത സന്ധിയിലെ ഇലകൊഴിഞ്ഞ മരങ്ങൾ പോലെ വരണ്ടുണങ്ങുന്ന കാലഘട്ടത്തിൽ നമ്മൾ അവസാനിപ്പിക്കുക. നമ്മുടെ ചിന്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു പ്രഭയുണ്ടാകട്ടെ ഇതൊക്കെ കഴിയുമ്പോൾ. ഒരു കാര്യം കൂടി മാത്രം പറയുന്നു. നമ്മുടെ ജീവിതമൊക്കെ ഓരോ അനുഭവങ്ങളിലും ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പിരിഞ്ഞു മുറുകിയും ഒക്കെ ഒരുപാട് സങ്കടത്തോടെയൊക്കെ വന്ന് ഒരു പള്ളിയിലോ ആത്മീക അനുഭവങ്ങളിലോ ചെല്ലുമ്പോൾ കുറച്ചുകൂടെ സന്തോഷവും പ്രകാശവും തേടി മടങ്ങിപ്പോകാൻ ഇടയാകട്ടെ. നമ്മുടെ ജീവിതം 2 കാര്യങ്ങൾ പോലെയാണ്. ഒന്ന്, നമ്മൾ ഈ ഓണത്തിനൊക്കെ കളിക്കുന്ന ഒരു കളിയുണ്ട്, ബലൂൺ ഫൈറ്റ്. കളിച്ചിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നവർ. ബലൂൺ ഫൈറ്റിന്റെ പ്രത്യേകത എന്താ? ഒരു വൃത്തത്തിനകത്ത് 8-10 കുട്ടികളെ നിർത്തും. എല്ലാവരുടെ കയ്യിലും ഓരോ വീർപ്പിച്ച ബലൂൺ കൊടുക്കും. എന്നിട്ട് റെഫറി പറയും, ഒരു വിസിലടിക്കും. ഈ വിസിലടിക്കുമ്പോൾ നിങ്ങളുടെ ബലൂൺ പൊട്ടാതെ നോക്കണം. ഇത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ആ റൗണ്ടിനകത്ത് ഒരു വിസിലിന് ശേഷം തുടങ്ങും. 1 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത വിസിൽ അടിക്കും. അപ്പോൾ ഒരാളുടെ കയ്യിൽ മാത്രം പൊട്ടാത്ത ബലൂൺ കാണും, ബാക്കി എല്ലാവരും പൊട്ടിയ. ഈ ബലൂൺ ഫൈറ്റിന്റെ മത്സരക്കളം പോലെയാണ് നമ്മുടെ ജീവിതം ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു വിസിലാണ് നമ്മൾ തുടങ്ങിയത്, ഈ ലോകത്തിലേക്ക് വന്നത്. എന്നിട്ട് അന്യന്റെ വെട്ടിപ്പിടിച്ചും കെട്ടിപ്പടുത്തും തട്ടിപ്പറിച്ചും ചവിട്ടിക്കൂട്ടിയും വരമ്പ് മാന്തിയും ആഞ്ഞിലിയുടെ വേരിനും റബ്ബറിന്റെ ഇലയ്ക്കും ഒക്കെ അടികൂടിയും ഒരു വിധത്തിൽ നമ്മളിങ്ങനെ ജീവിക്കും. അന്യന്റെ തോളിൽ ചവിട്ടിയാണ് ആ ബലൂൺ പൊട്ടിച്ചത്. അടുത്ത വിസിലടിച്ചപ്പോൾ ബലൂൺ ഫൈറ്റിന് പങ്കെടുത്ത കുട്ടികളെല്ലാം കിതയ്ക്കുകയാണ്. കിതച്ചുകൊണ്ട് കളം വിടുകയാണ്. ആ കളം മുഴുവൻ വൃത്തികേടായി കിടക്കുന്നു. നമ്മളൊക്കെ ഇങ്ങനെ പോകാൻ പോകുന്നത്. ജീവിതത്തിൽ ഇങ്ങനെ ഒടുക്കത്തെ ഓട്ടമോടി ദൈവാധീനമോ ഈശ്വരാധീനമോ ലക്ഷ്യമില്ലാതെ മോക്ഷമോ നിത്യജീവനോ സ്വപ്നം കാണാതെ ഉണ്ടുമുറങ്ങിയും 14-ാം നൂറ്റാണ്ടിലെ ചാർവാകന്റെ സിദ്ധാന്തം അനുസരിച്ച് മാത്രം പരമാവധി സുഖിച്ച് ജീവിക്കാൻ ഓടുമ്പോൾ ഒരു ബലൂൺ ഫൈറ്റ് പോലെ ജീവിതം ഇങ്ങനെ വിസിലിൽ തീരും. കിതച്ചും കൊണ്ട് ഈ ലോകം വിട്ടുപോകും. ഇപ്പോൾ ഒട്ടും സമയമില്ല നമുക്ക്. പക്ഷെ ഒരു ദിവസം ഇഷ്ടം പോലെ സമയം നമുക്ക് കാണും.
ഇപ്പം പലരോടൊന്നും മിണ്ടാൻ സമയമില്ല. പക്ഷെ ഒരു ദിവസം അവസാനത്തെ വിസിലടിക്കുമ്പം നമ്മളിങ്ങനെ കിടക്കുമ്പം ഇനി ആരെങ്കിലും വരാനുണ്ടോ, ഇനി ആരെങ്കിലും കാണാനുണ്ടോ, തീരെ തിരക്കില്ല, മെല്ലെ പോയാൽ മതി. ഒരു വിസിലടിക്കും, കിതച്ചും കൊണ്ട് കള്ളം വിടും. ബലൂൺ ഫൈറ്റ് പോലെയാകാം ജീവിതം. രണ്ടാമതൊരു കളിയുണ്ട് ഓണത്തിന് നമ്മൾ കുട്ടികളെ കളിപ്പിക്കുന്നത്, മിഠായി പെറുക്കാണ് അല്ലേ? കൊച്ചു കുട്ടികൾക്ക് ആ പഴയ റൗണ്ട് തന്നെയാണ്, പക്ഷെ അതിനകത്ത് ബലൂൺ മാറി ഒരു 10-15 കുഞ്ഞുങ്ങളുടെ കയ്യിൽ എന്നാ കൊടുക്കുന്നത്? ആ കളത്തിൽ കുറേ മധുരം വിതറും. കുറേ മധുരം വിതറിയിട്ട് കുട്ടികളോട് പറയും, വിസിലടിക്കാൻ പോവാണ്, നിങ്ങൾ പരമാവധി മധുരം നുള്ളിപ്പെറുക്കണം. കുഞ്ഞുങ്ങളിങ്ങനെ പെറുക്കും. ആരുടെയും തോളെ ചവിട്ടത്തില്ല, അന്യനെ ചവിട്ടി മെതിക്കത്തില്ല, അവനെ ഉപദ്രവിക്കത്തില്ല, അവൻ്റെ ഒന്നും പൊട്ടിച്ചു കളയത്തില്ല, അവനെ തകർക്കില്ല. അന്യനല്ല ടാർഗറ്റ്, അവനവൻ തന്നെ മധുരമെല്ലാം പെറുക്കിയെടുക്കും. ഒരു ബഹളവും ഇല്ല, ശാന്തമായി ഒരു ചിരിയും ഒരു കലമ്പലും മാത്രം. അടുത്തൊരു വിസിലുണ്ട്. ആ വിസിലടിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ കയ്യിലെല്ലാം എന്തോ ഉണ്ട്? നിങ്ങൾ പറ, ഈ മിഠായി പിള്ളേർ തന്നെ തിന്നുമോ? ഇല്ല. അടുത്ത വിസിലടിക്കുമ്പോൾ പെറുക്കി കൂട്ടിയ മധുരമെല്ലാം അടുത്ത റൗണ്ടിന് കൈമാറും, ചിരിച്ചുകൊണ്ട് കളമ്പിടും. ഒരു ദിവസം മടങ്ങിപ്പോകണം നമ്മളും. എങ്ങനെ പോകും? ബലൂൺ ഫൈറ്റ് പോലെ കളം വിടുമോ, മിഠായി പെറുക്ക് പോലെ മധുരം കൂട്ടിയെടുത്ത് അടുത്ത തലമുറയ്ക്ക് കൈമാറി ശാന്തമായി പോകുമോ? ഈ 7-ാം ദിവസം അത് ചിന്തിക്കൂ. ഈ സാമ്പാറുണ്ടാക്കിയതിനും അവിയലുണ്ടാക്കിയതൊന്നും ആരും ഓർക്കത്തില്ല. ചുമ്മാതായി രാവിലെ ഒരു രാത്രി ഒരക്കിടന്ന് ഓടുന്നത്. മറിച്ച് ഓർമ്മിക്കാൻ എന്തെങ്കിലും മധുരമുള്ള സ്മരണകളെ തലമുറകൾക്ക് ബാക്കി വച്ചിട്ട് പോകുമോ? അവിടെ നമ്മുടെ നാടിൻ്റെ സുഹൃതം വർഗമത ഏകവർണ്ണമിതം പൂർവം, ഒറ്റ വർണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം ആദാമിൻ്റെ മക്കളാണെന്ന് വേദപുസ്തകം ബൈബിൾ ആദ്യം പറയും. ഒറ്റ വർണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. ലോകം ഒരു കിളിക്കൂടാകുന്ന സ്പന്ദനമാണ് വേദവ്യാസൻ സ്വപ്നം കണ്ടത്. അതിങ്ങനെ വ്യാപിച്ചു നിൽക്കുന്ന, വ്യാപനോ ഇതി ബ്രഹ്മം, അങ്ങനെയല്ലേ? എത്രയും വ്യാപിച്ചു നിൽക്കുന്നതെന്തോ അതാണ് ബ്രഹ്മം. ഏകം ഏവം അദ്വിതീയം. വിശേഷണങ്ങൾ ഇങ്ങനെ പറയുകയാണ്. എല്ലാം ഏൽപ്പിച്ചു കൊടുക്കാം പ്രപഞ്ചനാഥന് മുമ്പിൽ. ആ പരാശക്തിക്ക് മുമ്പിൽ ജാതിമർഗ വർണ്ണ വിവേചനമില്ലാതെ ഏകം സദ്വിപ്ര ബഹുധാവദന്തി. വിപ്രന്മാർ പലതരത്തിൽ പറയട്ടെ, ഒരു പരമചൈതന്യത്തിൽ, ഒരു സ്നേഹത്തിൻ്റെ ആത്മാവിൽ നാടിനെ ചേർത്ത് പിടിക്കാം. ഈശ്വരാധീനം ഉണ്ടാകട്ടെ. ഏറ്റവും ബഹുമാനപ്പെട്ട തിരുമേനിയോടും ഇതിൻ്റെ സംഘാടകരോടും എൻ്റെ എല്ലാ ശ്രോതാക്കളോടും നന്ദി. 9 90 900 എക്സ്റ്റൻഡഡ് ആകട്ടെ. നമ്മുടെ യജ്ഞത്തിൻ്റെ 7-ാം ദിവസം നമ്മുടെ സപ്തധാതുക്കളെ രസം, രക്തം, അസ്ഥി, മജ്ജ, ശുക്ലം, മാംസം, മേധസ്, അവയെ ഉണർത്തുന്ന ആത്മീയ വചനങ്ങൾ കൊണ്ട് സമ്പന്നവും സമ്പുഷ്ടവും മനോഭിരാമവും മനോജ്ഞവും മനോമോഹനവുമാക്കിയ അച്ഛന് ഇവിടെ ഈ പ്രദേശത്തെ മുഴുവൻ നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും നാമധേയത്തിൽ നമുക്ക് നമസ്കാരം അർപ്പിക്കാം. നല്ല വാക്കുകൾ നമ്മുടെ ചെവികളിലൂടെ അന്തരാളങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അത് വരുത്തുന്ന ഒരു ഉണർവ് മറ്റൊന്നുകൊണ്ടും നേടാൻ കഴിയാത്തതാണ്. നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ, ശരീരത്തിൽ രക്തം ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ, നല്ല ഭക്ഷണം അല്ലെങ്കിൽ വയറിന് അസുഖമുണ്ടാക്കുമ്പോൾ രണ്ടും നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. അതേപോലെ വേണ്ടാത്തത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിൻ്റെ ഒരു വിഷമം, നല്ലത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിൻ്റെ ഒരു ഉന്മേഷം, നല്ലത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉന്മേഷം, ഒരു എനർജി, അത് ഈ റേഞ്ചിൽ ഇരുന്നുകൊണ്ട് നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചത് ഏറ്റവും ശ്രേഷ്ഠമാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒട്ടേറെ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ അച്ഛന് സാധിച്ചു.
ഈശ്വര ധർമ്മത്തിൽ ജീവിതം ഒഴിഞ്ഞുവെച്ച് യേശുദേവൻ്റെയും വിശുദ്ധ ബൈബിളിൻ്റെയും ധർമ്മങ്ങൾ പ്രചരിപ്പിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ വേദഗ്രന്ഥങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളുമൊക്കെ മറിച്ചു നോക്കുന്ന അച്ഛൻ്റെ ചിന്തയ്ക്ക് മുന്നിൽ ഞങ്ങളും നമസ്കരിക്കുന്നു. രാമായണവും ബൈബിളും ഖുറാനും ദേവീ ഭാഗവതവും ഒക്കെ നമുക്ക് പകർന്നു നൽകിയത് സ്നേഹത്തിൻ്റെ സന്ദേശമാണെന്ന് അടുത്ത തലമുറയ്ക്ക് ഓർക്കാൻ അച്ഛൻ്റെ വാക്കുകൾക്ക് സാധിച്ചു എന്നത് ഈ ചടങ്ങിൻ്റെ ധന്യതയാണ്. തീർച്ചയായും ഇത് നമുക്ക് കൂടുതൽ ഊർജം പകരുന്നു. തിരുവമ്മീൻകുന്നത്ത് ഇനിയും നടക്കുന്ന ചടങ്ങുകളിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒട്ടേറെ വേദികളിൽ വന്ന് വളരെ പ്രൗഢമായി ഇന്നത്തെ കാലത്തിനനുസരിച്ച് കാലാവലോകനം കാര്യസാധ്യം നിർണാം ലളിതവും രസകരവും മംഗളവുമാക്കി വാക്കിനെ ഹാരമാക്കി നമ്മുടെ മനസ്സിൽ അണിയിക്കുക എന്നത് ഈശ്വരാനുഗ്രഹം കൊണ്ട് സാധിക്കുന്ന ഒരു പ്രത്യേകതയാണ്. അതിന് അച്ഛന് സാധിച്ചു. സമയം ചുരുങ്ങിപ്പോയി എന്നാണ് നമ്മുടെ മനസ്സിലുള്ളത്. 8:30 മണിക്ക് അടുത്ത ചടങ്ങ് അപ്പുറത്ത് പതിവായി ആരംഭിക്കുന്നത് തുടരുന്നത് കൊണ്ടാണ് അച്ഛനും അത് നേരത്തെ നിർത്തിയത്. വീണ്ടും നമുക്ക് കാണാനും കേൾക്കാനും ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പതിവ് ഗുരുപൂജയോടെ നമുക്ക് ഇന്നത്തെ ചടങ്ങ് പൂർത്തീകരിക്കാം. ആ ചടങ്ങ് സമ്പൂർണ്ണമാക്കുന്നതിന് രാജേഷിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ ചടങ്ങിൽ പങ്കെടുത്ത അച്ഛന് ക്ഷേത്ര ഭരണസമിതിയുടെ ഒരു ഉപഹാരം കൊടുക്കുകയാണ്.